ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങൾ? നോമ്പൊക്കെ പിടിച്ച് ടയർഡായിട്ടിരിക്കുകയാണോ എല്ലാവരും? അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ +2 എക്സാമിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കുട്ടി ലൈവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നിങ്ങളുടെ ആ മെസ്സേജസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളപ്പോൾ കുറച്ച് വോളിയം കൂട്ടിയായിരുന്നു ഇരുന്നത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ വേഗം എന്താണ് വേഗം ചെയ്യേണ്ടത്? വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരേക്ക് ഇങ്ങോട്ട് എത്തിക്കൂ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് അവരേക്ക് ഇങ്ങോട്ട് എത്തിച്ചോളൂ. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഹായ് ഹിബ. എവിടെ ബാക്കിയുള്ളവരെയൊക്കെ വേഗം ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചോളൂ. നമ്മൾ ഏതായാലും we are not going for any more ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻസിലേക്കോ അല്ലെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് പോകുന്ന പരിപാടികളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി വൺ വിൽ ബി ടയേർഡ് അല്ലേ, നമുക്ക് കുറച്ചൊക്കെ ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്തു പോകും. അപ്പം ഒരുപാട് ടൈം ഒന്നും എടുക്കാണ്ട് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ പെട്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓൾ റൈറ്റ്, അപ്പം നമുക്ക് വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ യു വിൽ ബി ഗെറ്റിംഗ് എ ഐഡിയ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഓൾറെഡി നിങ്ങൾക്ക് ഐ നോ ദാറ്റ് യു ആർ ഹാവിങ് എൻ ഐഡിയ ബിക്കോസ് യു ഹാവ് റിട്ടൺ ദി മോഡൽ എക്സാം കഴിഞ്ഞ് നിങ്ങൾ യു ആർ പ്രിപ്പയറിങ്. നിങ്ങൾ പണ്ടത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് എടുക്കും. എന്നിട്ട് അതിൽ നിന്നുള്ള മെയിൻ ആയിട്ട് ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആൻഡ് വാട്ട് ഓൾ ആർ ദ ഡിസ്കോഴ്സസ് ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാം. ഓൾറൈറ്റ്, ആൻഡ് അതിന്റെ ഇടയിൽ ഇഫ് യു വാണ്ട് സം ഡിസ്കോഴ്സസ് ടു ബി ഡിസ്കസ്ഡ്, ഏതെങ്കിലും പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റൈറ്റിംഗ് പാർട്ട്, അതല്ലെങ്കിൽ ഇഫ് യു വാണ്ട് സം അതർ ഗ്രാമർ പോർഷൻസ് ടു ബി ഡിസ്കസ്ഡ് യു കെൻ ജസ്റ്റ് സേ ദാറ്റ് ത്രൂ ദി കോമെന്റ്സ്. ഓൾറൈറ്റ്, സോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പോവാം. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വേഗം ഇങ്ങോട്ട് പറഞ്ഞെത്തിച്ചോളൂ. എന്തായാലും നമുക്ക് ആദ്യം ഒരുപാട് അങ്ങോട്ട് ഡിലേ ആക്കണ്ട അല്ലേ. ആദ്യം നമുക്ക് കുറച്ച് തുടങ്ങി, then we'll talk in between. അപ്പോൾ നമുക്ക് എക്സാംസിന് വേണ്ട കുറച്ച് ടിപ്സും പരിപാടികളൊക്കെ നമ്മൾ ത്രൂ ദ വീഡിയോ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ക്ലാസ്സസിൽ നമ്മൾ പറഞ്ഞു പോകും. ഓൾ റൈറ്റ്, ഏതായാലും ഒന്നാമത്തേലേക്ക് പോവാം. ആദ്യം തന്നെ വി ആർ ഗോയിങ് ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ ഇവിടെ യു ആർ ഹാവിങ് വൺ ക്വസ്റ്റ്യൻ. നമ്മുടെ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓൾറെഡി ദേ ഹാവ് ഗിവൺ ദി ചാപ്റ്റർ നെയിം, ഏതിൻ്റെതാണ് പോയം ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾ റൈറ്റ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഏത് പാഠത്തിലാണെന്നൊന്നും കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾ റൈറ്റ്, അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് റീഡ് ദ ലൈൻസ് ഫ്രം എനി വുമൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സ്റ്റാൻസർ തന്നിട്ടുണ്ട് ആൻഡ് യു വിൽ ഹാവ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഓൾ റൈറ്റ്, അത്ര അവിടെ ചോദിച്ചിട്ടുള്ളൂ. And the first stanza, I'm the fire upon the hearth, I'm the light of the good sun, I'm the heat that warms the earth, which else were called than a stone. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ is like, who is the speaker of these lines? ആരാണ് ഇതിൽ പറയുന്ന ആ ഒരു സ്പീക്കർ? പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും. Who is the speaker? ആരാണ് ഇവിടുത്തെ നമ്മുടെ സ്പീക്കർ ആയിട്ട് വരുന്നത്? Who is the speaker? Obviously ആരാ? നമ്മുടെ മദർ അല്ലേ. നമ്മുടെ മദർ ആണ് അവിടെ സ്പീക്കർ ആയിട്ട് വരുന്നത്. ഓൾ റൈറ്റ്, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി നമുക്ക് വിൽ ജസ്റ്റ് ഗോ ഫോർ ദി നെക്സ്റ്റ് വൺ. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദി സ്റ്റാൻസ. ഒന്നാമത്തെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓൾ റൈറ്റ്, ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദി ഫസ്റ്റ് ലൈൻ അല്ലെ. ഒന്നാമത്തെ ലൈൻ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വാട്ട് ഇസ് ദി ഫസ്റ്റ് ലൈൻ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച്? ഏത് ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, വേഗം പറഞ്ഞോളൂ. എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ഇസ് യൂസ്ഡ് ദർ? ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ഇസ് യൂസ്ഡ്? വേഗം പറഞ്ഞോളൂ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹെർത്തിന്റെ മേലുള്ള ഒരു ഫയർ ഞാൻ ആണെന്നുള്ളൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കമ്പാരിസൺ അല്ലെ. ലൈക്കോ ആസോ ഒന്നും കൂട്ടാണ്ടുള്ള എ കൈൻഡ് ഓഫ് കമ്പാരിസൺ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എന്താണ്? സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ മെറ്റഫർ, റൈറ്റ്? മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണ്. കാരണം വി ഡോണ്ട് ഹാവ് any kind of comparisons using like or as. അവിടെ like or as ഒന്നും ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കമ്പാരിസൺ അവിടെ വന്നിട്ടുള്ളത്. So it is an example for metaphor. All right, so now we'll just go for the next one. അടുത്ത ചോദ്യം എന്താ നോക്കിക്കേ. Find the image or phrase that conveys the idea of lifelessness and inactivity.
അവിടെ ലൈഫ്ലെസ്നെസ്സിനെയും അല്ലെങ്കിൽ ഒരു ജീവനില്ലാതിരിക്കുക എന്നുള്ളൊരു മീനിങ് കൺവേഡ് ആക്കുന്ന സെന്റൻസ് ഏതാന്ന് കണ്ടുപിടിച്ച് 4 ലൈൻ അവിടെ തന്നിട്ടുള്ളൂ. സോ വാട്ട് ക്യാൻ ബി ദ വൺ? ഏതാ? വിച്ച് എൽസ് were called the aneston. അത് കല്ലിന് എന്തെങ്കിലും ജീവനോ അല്ലെങ്കിൽ ഇമോഷൻസോ അവിടെ നമുക്ക് പോർട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുമോ? നെവർ. കല്ലിന് ഈ പറഞ്ഞ പോലെ ലൈഫ് ഒന്നുമില്ല. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ദ ലൈൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് എന്താണ് ദാറ്റ് ലൈഫ്ലെസ്നെസ്. അവിടെ ഒരു ജീവനുള്ള പോലെ നമുക്ക് തോന്നുന്നില്ല. സോ ദാറ്റ് വുഡ് ബി ദ ലൈൻ. Alright. So next we will go for an important question. ഇവിടെ നോക്കിക്കേ. Elaborate on the main ideas conveyed in these lines. അപ്പൊ നമ്മുടെ പോയത്തിന്റെ സമ്മറി അല്ലെങ്കിൽ വാട്ട് ഇസ് ദ തീം ഓഫ് ദി പോയം എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. സോ വാട്ട് ഇസ് ദ തീം? എന്ത് തീമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? എന്താ? എനി വിമൻ ആണ്. സോ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്താ? ദ ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിൽ ഒരു അമ്മയുടെ റോൾ എത്രത്തോളമാണ്? വാട്ട് ഓൾ ആർ ദ തിങ്സ് ദാറ്റ് ഷീ ആക്ട്സ് ആസ്. എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്കാരി? മാം, any questions important or no? Sorry, I didn't get you. Are you asking me like ഈ questions important ആണോ എന്നാണോ? Hello, good evening. ഈ questions important ആണോ എന്നാണോ? It can be like this is a model. ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതൊരു പോയത്തിൽ നിന്നും ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് whatever poems അല്ലെങ്കിൽ whichever poems comes, you should be thorough with the sentences. അതിൽ തന്നിട്ടുള്ള സ്റ്റാൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഏതെങ്കിലും സ്റ്റാൻസ ചിലപ്പോൾ തന്നു വരാം. ഓക്കെ, ആ സ്റ്റാൻസസ് it should be clear for you. And the next thing is that അവിടെയുള്ള poetic devices നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. Plus you will have to study the theme of a particular poem. Alright. അപ്പോൾ ഇവിടുത്തെ തീമാണ് എലാബറേറ്റ് ദ മെയിൻ ഐഡിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് മെയിൻ ഐഡിയാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. എന്തൊക്കെ റോളാണ് ഒരു അമ്മ ഒരു കുടുംബത്തിൽ നിർവഹിക്കുന്നത്? സോ ദാറ്റ് വുഡ് ബി ദ തീം ഓഫ് ദിസ് പോം. Alright. So now shall we just go for the next question? അടുത്ത നോക്കാം. Read the following passage. Fill in the blanks, choosing appropriate phrasal verbs from those given in the brackets and complete the passage. അപ്പോൾ അവിടെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രേസൽ വെർബ്സും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫ്രേസൽ വെർബ്സിന്റെ മീനിങ്സ് അറിഞ്ഞിട്ടില്ല എങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു ആൻസർ. ഓൾറൈറ്റ്. അപ്പോൾ ഫ്രേസൽ വെർബ്സ് പഠിക്കാൻ വേറെ നിവൃത്തി ഒന്നുമില്ല. വിൽ ഹാവ് ടു സ്റ്റഡി ദ മീനിങ്. അതല്ലാണ്ട് മിസ്സേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം കൺഫ്യൂസിങ് ആയിരിക്കും. പുട്ടോണും പുട്ടിന്നും കേൾക്കുമ്പോഴേക്കും പുട്ട് നമുക്ക് അത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് യു ആർ thorough with the meanings, ചിലപ്പോൾ ഒക്കെ നമുക്ക് പല വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മീനിങ് കത്താറുണ്ട്. പക്ഷേ ഫ്രേസൽ വെർബ്സിന്റെ കാര്യം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അതിനെ അറിയാമെങ്കിൽ മാത്രമേ ഇറ്റ് വിൽ ബി ഈസി. യു വിൽ ബി ഏബിൾ ടു ആൻസർ ഫോർ ദോസ് ക്വസ്റ്റ്യൻസ്. ഓൾറൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കേ. ഇവിടെ വി ആർ ഹാവിംഗ് 2 lines. Irfan Alam won the Business Bazigar show in 2006, but he dashed their offer of rupees 150 lakhs. അപ്പോൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ടേൺ ഓണും ടേൺ ഡൗണും ടേൺ ഓഫും. വാട്ട് ക്യാൻ ബി ദ വൺ? ഇർഫാൻ അലം ഈ പറഞ്ഞ ബിസിനസ് ബാസികാർ പറയുന്ന സംഭവം അവിടെ കിട്ടി, ആ ഒരു അവാർഡ് കിട്ടി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഹു ക്യാൻ സേ ദി ആൻസർ? ക്യാൻ എനിവൺ സേ ദി ആൻസർ ത്രൂ ദി കമന്റ് ബോക്സ്? എന്തായിരിക്കും? വിൽ ദാറ്റ് ബി ടേൺ ഓൺ, ടേൺ ഡൗൺ ഓർ ടേൺ ഓഫ്? ഏതായിരിക്കും ആൻസർ വരിക? ക്യാൻ ഐ ഗെറ്റ് ആൻ ആൻസർ? ബിസിനസ് ബാസികാർ ടേൺ ഓൺ ചെയ്തു, ടേൺ ഡൗൺ ചെയ്തു, ടേൺ ഓഫ് ചെയ്തു. വാട്ട് ക്യാൻ ബി ദി എക്സ്പെക്ടഡ് ആൻസർ? അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരിക? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ലൈക്ക് ടേൺഡ് ഡൗൺ. അതായത് വേണ്ടാന്ന് വെച്ച് നിരസിച്ചു. ടേൺഡ് ഡൗൺ. വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു പ്രൈസ് വേണ്ട എന്ന് അദ്ദേഹം വെക്കുക ചെയ്ത്. തിരസ്കരിക്കുക മലയാളത്തിൽ. ഓക്കെ. Alright, next one നോക്കിക്കേ. Instead, he dash the business himself. ഒന്ന് നോക്കിക്കേ. Set off, set aside and set up. അപ്പോൾ അവിടെ ഏതായിരിക്കും വരിക? What can be the answer? So the next answer is അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചു and he set up a new business. അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അദ്ദേഹം തന്നെ പുതിയതായിട്ട് ഒരെണ്ണം സെറ്റപ്പ് ചെയ്തെടുത്തു. So the answer would be the set up. Okay? Fine. So shall we go for the next section? അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? എന്താ അവിടെ നടക്കുന്നത് നോക്കിക്കേ. We are having one ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. So we'll just go through that. ഇവിടെ എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. Alright, it's an editing paragraph. Editing question ആണ്. Edit the paragraph question ആണ്. My inspiration come from my childhood experiences and observations of nature on rural Kenya. As I was growing up, I witnessed forests being cleared and replaced by commercial plantations who destroyed local biodiversity and the capacity of the forest to conserve water. വായിച്ചപ്പോൾ തന്നെ ചിലയിടത്തൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഒരു പരിധി വരെ
കാര്യം കിട്ടിയിട്ടുണ്ടാവും അല്ലെ അല്ലെ മൈ ഇൻസ്പിറേഷൻ കംസ് അല്ലെ കംസ് മൈ ഇൻസ്പിറേഷൻ ഇറ്റ്സ് എ സിംഗുലർ വൺ സോ ദിസ് ഇസ് ഓഫ് കംസ് ഇവിടെ എസ് എന്നുള്ളത് മൈ ഇൻസ്പിറേഷൻ കംസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഓൺ ആണോ വരിക ആണോ നോ ഇറ്റ് വിൽ ബി ഇൻ ഓക്കെ റൂറൽ കെനിയയിൽ നിന്നുള്ള ആൻഡ് ആസ് ഐ വാസ് ഗ്രോയിങ് അപ്പ് അവിടെ എന്തായിരിക്കും വരിക ഇസ് ദർ എനി അതർ തിങ്സ് Okay, as I was growing up, I witnessed forests being cleared or is it being cleared BEING, it's being cleared, forests being cleared and replaced. And last like commercial plantations, who destroyed? Who nu parayumbo it denotes a person. But commercial plantations ne parnekka appo adoru manushyanano? No, it denotes something else. Oru sadhanam allengil oru vastu ennulla meaning aanu adu varunathu. So that would be like who pagaram will have to add which there. Okay, which destroyed local biodiversity and capacity of the forest to conserve water. Clear alle? Okay, appo shall we go for the next one? Adutha question like poyalo. Okay, appo ivada nokikke it's like a conversation. Report the conversation. റിപ്പോർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ നമ്മൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ച് വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ഓക്കെ അപ്പോൾ അതൊന്ന് പറഞ്ഞു പോവാം ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ട് ദി കോൺവെർസേഷൻ ഒന്ന് സുധാമൂർത്തിയും രത്നയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് 2 ലൈൻസ് തന്നിട്ടുണ്ട് ഓൾറൈറ്റ് അപ്പം കോൺവെർസേഷൻസ് എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ഫോർ റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഇഫ് യുവർ സെന്റൻസ് ഇസ് ഇൻ പ്രസന്റ് ടെൻസ് നിങ്ങളുടെ സെന്റൻസ് പ്രസന്റിലാണ് ഉള്ളതെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു പാസ്റ്റ് ടെൻസ് ആദ്യം ഓർത്ത് വെക്കാനുള്ള കാര്യമാണ് പ്രസന്റിലാണ് സെന്റൻസ് ഉള്ളതെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു പാസ്റ്റ് അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക ഇല്ല മിസ്സേ ഇനി പാസ്റ്റിലാണ് സെന്റൻസ് തന്നിട്ടുള്ളതെങ്കിലോ വാട്ട് വിൽ യു ഡു ഒന്നാമത്തത് അതായത് വാസ് ഓർ വേർ എന്നുള്ളൊരു ഫോമാറ്റിലാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ V2 ഫോമാറ്റിലാണ് ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഹാഡ് പ്ലസ് V3 ഫോം അതായത് ഹി ate എന്നുള്ളതാണെങ്കിൽ ഹി ഹാഡ് ഈറ്റൻ എന്നുള്ള ഫോമിലേക്ക് പോകും ഓക്കെ അപ്പം V2 ഫോമിലാണെങ്കിൽ ഹാഡ് പ്ലസ് V3 ഫോമിലേക്ക് പോകും ഇനി അതല്ല വാസ് ഓർ വേർ ഫോമിലാണ് ഉള്ളതെങ്കിലോ ഇത് എങ്ങോട്ടായിരിക്കും പോവാ ഇറ്റ് വിൽ ബി ലൈക്ക് ഹാഡ് ബീൻ പ്ലസ് V3 സോറി ഹാഡ് ബീൻ പ്ലസ് ING ഫോം alright had been plus ing form ഇനി ഇതൊന്നുമല്ല ഈ പറഞ്ഞ പോലെ had plus v3 ഫോമിലാണുള്ളതെങ്കിൽ there is no change ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് had plus v3 ഫോമിൽ എന്നുള്ളത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു പണിയില്ല ജസ്റ്റ് ആ റിപ്പോർട്ടിംഗ് വേർഡ് ആഡ് ചെയ്യുക ദെൻ സാധാരണ ഉള്ള പോലെ തന്നെ ആ സെന്റൻസ് അങ്ങ് റീപ്ലേസ് ചെയ്ത് അതുപോലെ അങ്ങോട്ട് എഴുതുക ഇനി അതുമല്ല had been plus ing ഫോമിലാണ് ഓൾറെഡി നിങ്ങളുടെ സെന്റൻസ് ഉള്ളതെങ്കിലോ that too doesn't need any kinds of change just reporting word കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്ത് അതേ സെയിം സാധനം അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക ഓൾറൈറ്റ് അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഒരു ഒറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം and you will have to answer me alright ഇനി മിണ്ടാതിരിക്കരുത് I want answers പെട്ടെന്ന് കമന്റ് സെക്ഷനിൽ you will have to answer alright അപ്പോൾ വേഗം എനിക്ക് ആൻസേഴ്സ് തരണം so the question is I was preparing for an exam. He said, I was preparing for an exam. Alright, so your task is to report this sentence. Vegam report ചെയ്തു പറഞ്ഞേ he said I was preparing for an exam. ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു. How will you report this? അപ്പോൾ നമ്മളിപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം വെച്ചിട്ടാണെങ്കിൽ വാട്ട് ഇസ് ദ ടെൻസ് ഓഫ് ദ സെന്റൻസ് ഓൾറെഡി ഈ വാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സോ ഇറ്റ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ് അല്ലെ പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലായി വാസ് ഓർ വെർ പ്ലസ് ING ഫോമിലാണെന്ന് മനസ്സിലായി ഇനി അത് ഏത് ഫോമിലേക്ക് പോകണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു ഹാഡ് ബീൻ പ്ലസ് ING ഫോം അല്ലെ സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഹി സെഡ് ദാറ്റ് ഇപ്പൊ ഇവിടെ നമ്മൾ ഹി സെഡ് റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് നമ്മൾ ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ preparing for the exam. Clear alle? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. So he had been preparing for an exam. അതായത് was or were plus ING form എന്നുള്ളത് it is converted to had been plus ING form. Alright. അപ്പോൾ അത്രേ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you will have to be very concerned about what type of sentence are you having. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആണോ സെന്റൻസ് ആയിട്ട് തന്നിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ ഇനി അതല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ഇതൊന്നുമല്ല
are you having a command or a request? അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വേർഡ് എലമെന്റ് ഷുഡ് ഹാവ് സം ചേഞ്ചസ്. എന്താ ഇവിടെ നമ്മൾ വി ഹാവ് യൂസ്ഡ് ദിസ് ആൻഡ്, ഇത് നമ്മൾ കയ്യിൽ നിന്നിട്ടത് എവിടെയെങ്കിലും നമുക്ക് ദാറ്റ് കാണാനുണ്ടോ? നോ, ബിക്കോസ് വി ആർ യൂസിങ് ദിസ് ഓൺലി ഫോർ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ഇതിന് പകരം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നുവെങ്കിൽ വി വിൽ നോട്ട് ബി യൂസിങ് ദിസ് ദാറ്റ്. ഈ ദാറ്റിന് പകരം ഒന്നുകിൽ നമ്മളൊരു WH ക്വസ്റ്റ്യൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അതുമല്ല ഒരു yes or no ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നിടത്താണെങ്കിൽ ഡിഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓക്സിലറീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വിൽ ഹാവ് ടു യൂസ് if or whether. ഇത് രണ്ടെങ്കിലും ഇതിലായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. ഓൾറൈറ്റ്, ഇനി ഇതുമല്ല കമാൻഡോ റിക്വസ്റ്റോ ആണെങ്കിലോ വിൽ ഹാവ് ടു യൂസ് to as the reporting word. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ കാര്യമായിട്ടൊന്ന് ഓർത്തിരിക്കാനുള്ളത്. സോ ഐ വിൽ ജസ്റ്റ് ഗോ ഫോർ ദി റിയൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ ഷീറ്റിൽ അല്ല ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഹോപ്പ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഈസി ഫോർ യു ടു ഗോ ഫോർ ദി റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, അപ്പൊ സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ് Sudhamurthy, Ratna, don't you ever tell others the secrets you hear? അവിടെ ഒന്നാമത് ചോദിച്ചിട്ടുണ്ട് രത്നയുടെ അടുത്ത്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടാമത് നോക്കി ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ചീറ്റിംഗ്. അവിടെ ഒന്നാമത്തത് പറഞ്ഞേ വാട്ട് ക്യാൻ ബി ദ തിങ്. അവിടെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഇനി ഡോണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ തന്നെ മനസ്സിലായി വാട്ട് ഇസ് ഇറ്റ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സോ അവിടെ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വേർഡ് ഏതായിരിക്കും? ഒന്നുകിൽ ഇഫ്, അതല്ല എങ്കിൽ വെദർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അപ്പൊ സോ ദ ആൻസർ വിൽ ബി ലൈക്ക് സുധാമൂർത്തി ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് ചോദിക്കുകയാണ്. ആസ്ക്ഡ് രത്ന എന്നാണ് ചോദിച്ചത്. ആസ്ക്ഡ് രത്ന ഏതാണ്? വാട്ട് വിൽ ബി ദ റിപ്പോർട്ടിംഗ് വേർഡ്? ഇഫ് അല്ലെങ്കിൽ വെദർ. ഇഫ് ഓർ വെദർ. സോ ഐ എം ജസ്റ്റ് യൂസിങ് ഇറ്റ് ആസ് ഇഫ് എനി ഷീ. ഇതാ അവിടെ നോക്കിക്കേ, യു എവർ ടെൽ അതേഴ്സ് സീക്രറ്റ്സ് യു ഹിയർ. യു എന്നുള്ളത് മാറിയിട്ട് ഷീ ആവുന്നു. ഇഫ് ഷീ എവർ ടെൽ, ഐ മീൻ ടെൽസ് എന്നുള്ളത് എന്ത് മാറും? ഇഫ് ഷീ എവർ, ഇവിടെ ടെൽസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ സോറി ടെൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് പാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താവും? ഇറ്റ് വിൽ ബി ലൈക്ക് ടോൾഡ്. ഇഫ് ഷീ എവർ ടോൾഡ് ദ സീക്രറ്റ്സ് ദാറ്റ് ഷീ ഹിയർ. ഓൾറൈറ്റ്, അപ്പൊ അത് ക്ലിയർ ആണോ? എങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ്? ഇഫ് ഷീ എവർ ടോൾഡ് ദ സീക്രറ്റ്സ് ഷീ ഹേർഡ്. ഓക്കെ, ഈ ഹിയർ എന്നുള്ളതും ഇറ്റ് കംസ് ടു ദ പാസ്റ്റ് ടെൻസ്. അതുകൊണ്ടാണ് ഇവിടെ ഇറ്റ് ഈസ് ബിക്കമിങ് ആസ് ഹേർഡ്. ഓക്കെ, സോ ഒന്നാമത്തെ അപ്പം നമ്മൾ കഴിഞ്ഞു. ആൻഡ് വാട്ട് വിൽ ബി ദ സെക്കൻഡ് വൺ? ഇതെന്തായിരിക്കും അവസ്ഥ? വാട്ട് വിൽ ബി ദ ഫോം ഓഫ് ദിസ് വൺ? രത്ന, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അവളൊരു കാര്യം സ്റ്റേറ്റ് ചെയ്യാണ്. സോ രത്ന ആൻസേർഡ് അല്ലെങ്കിൽ രത്ന said that I consider that to be the worst kind of cheating that she considered. അല്ലെ, I എന്നുള്ളത് മാറി it becomes she. ഇവിടെ consider എന്നുള്ളതാണ്, it goes to past tense. She considered that to be the ബാക്കി അതുപോലെ തന്നെ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ചീറ്റിംഗ്. ഓൾറൈറ്റ്, ഇവിടെ ബാക്കിയുള്ളതിനൊന്നും ഡിഫറൻസ് വരുന്നില്ല. ഓൺലി വിത്ത് ദി റിപ്പോർട്ടിംഗ് വേർഡ് ഇതിന് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. ആൻഡ് എന്താ ഈ ഒരു സാധനത്തിന് ഇറ്റ് ബിക്കംസ് ലൈക്ക് ഇതിനുമാണ് ഒരു ചേഞ്ച് വരുന്നത്. ഇറ്റ് ഗോസ് ടു പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളെ അവിടെ നമുക്ക് ആകപ്പാടെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ഓൾറൈറ്റ്, എന്നാൽ ഷാൽ വി ജസ്റ്റ് ഗോ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യു ഹാവ് ഗോട്ട് 2 marks. ഒരു പണി ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന മാർക്സ് ആണ്. സോ പ്ലീസ് ഡോണ്ട് ലൂസ് ദിസ് മാർക്ക്. ഓൾറൈറ്റ്, so shall we just go for the next one? അടുത്തതും we have got 4 pieces of advice ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുന്ന ടൈപ്പിൽ you have to give some advices. Ajit didn't give Nomita an easy time. He belittled and insulted her using harsh words. So you're Ajit's friends. Write 4 pieces of advice you would give Ajit. Okay, and you may use expressions like ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ സം അഡ്വൈസസ്. അപ്പോൾ അവിടെ ഐ തിങ്ക് യു ഷുഡ് വെച്ച് തുടങ്ങുന്നുണ്ട്. വൈ ഡോണ്ട് യു, നിനക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇഫ് ഐ വർ യു, ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഐ വുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് വൈ കാണ്ട് യു, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ വിചാരിക്കരുത് വെറുതെ തോന്നുന്ന പോലെ എന്തെങ്കിലും എഴുതി വെക്കാം. ഇത് ഇഫ് ക്ലോസ് ആണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് വേണം യു ഹാവ് ടു ആൻസർ ഫോർ ദി questions. All right, അപ്പോൾ അങ്ങനെയാണെങ്കിൽ what can be the thing? ഒന്നാമത്തേത് എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും? I think you will have to അല്ലെങ്കിൽ you should
അപ്പോളജൈസ് ടു നോമിത. നീ നോമിത എടുത്ത് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി വൈ ഡോണ്ട് യു, ഇവിടെ നോക്കി, വൈ ഡോണ്ട് യു വെച്ചിട്ടാണെങ്കിലോ, വൈ ഡോണ്ട് യു ബി മോർ പൊളൈറ്റ് ഓർ ലവബിൾ ടുവേർഡ്സ് യുവർ വൈഫ്. അതങ്ങനെ കൊടുക്കാം. ഇനി അതോ അല്ലെങ്കിൽ അടുത്ത് കഴിഞ്ഞിട്ടോ, ഇഫ് ഐ വർ യു, ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് നെവർ ഡൺ എനി ഓഫ് ദീസ് തിങ്സ്. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യൂലായിരുന്നു. ഇനി ലാസ്റ്റ് വൺ വിൽ ബി വൈ കാണ്ട് യു, വൈ കാണ്ട്, നിനക്ക് എന്തുകൊണ്ടെങ്കിലും വൈ കാണ്ട് യു ബി സോ ലവബിൾ ടുവേർഡ്സ് ഹർ. ഓൾറൈറ്റ്, 4 കാര്യങ്ങൾ നമ്മൾ എഴുതി. 4 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഓൾറൈറ്റ്, അപ്പൊ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചെയ്യുമ്പം ഒന്ന് ഓർത്തിട്ട് ചെയ്യും. വെറുതെ എന്തോ 4 അഡ്വൈസ് എന്തെങ്കിലുമൊക്കെ തോന്നിയത് എഴുതി വെക്കാമെന്ന് വിചാരിക്കരുത്. ബിക്കോസ് ദിസ് ഡിമാൻഡ്സ് ദി കറക്റ്റ് സെന്റൻസ് സ്ട്രക്ചർ. അല്ലാണ്ട് നിങ്ങൾ അവർക്ക് എന്ത് അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കപ്പെടുന്നത്. ഓൾറൈറ്റ്, so we are going for the next one. 4 മാർക്കിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. In the first stanza of the poem any woman, ആ ഒരു സെയിം ചാപ്റ്ററിന് one more question is repeated. The woman is considered as the fire and the light and the heat, and in the absence of women, house will be as cold as a stone. So do you agree with this statement? Write your opinion in a paragraph. So this is your question. നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. It is having 4 marks. നമ്മുടെ any women എന്ന് പറയുന്ന ചാപ്റ്ററിൽ we have seen like നമ്മുടെ വീട്ടിൽ അമ്മ അല്ലെങ്കിൽ സ്ത്രീകൾ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വിൽ ഹാവ് ടു ഫേസ് ഓൾ ദീസ് പ്രോബ്ലംസ് എന്നതൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക എന്നാണ് പറയപ്പെടുന്നത്. ഓൾറൈറ്റ്, പറയപ്പെടുന്നത് ഇറ്റ്സ് എ ട്രൂത്ത്. ഓൾറൈറ്റ്, അപ്പോൾ അവിടെ യു വിൽ ഹാവ് ടു സീ, ഈ പറയുന്നതിലൊക്കെ സ്ത്രീ ഒരു വീട്ടിലെ വെളിച്ചമാണ്, ഒരു വീട്ടിലെ എന്താണ് ചൂടാണ്, തണുപ്പാണ്, അല്ലെങ്കിൽ ഷീ ഈസ് ദ വൺ ഹൂ ക്രിയേറ്റ്സ് അല്ലെങ്കിൽ ഹൂ മേക്സ് എ ഹോം എ റിയൽ ഹോം. അങ്ങനെയാണ് എന്നാണ് നമ്മുടെ ആ ഒരു പോയിന്റിൽ നമ്മൾ കാണുന്നത്. ആൻഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? Is it right or wrong? ഒരു 2 ദിവസം അമ്മമാർ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വിൽ ജസ്റ്റ് സീ വാട്ട് ഓൾ ആർ ദ ഡിഫിക്കൽട്ടീസ്, അല്ലെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. അപ്പം സോ ദാറ്റ് ഷുഡ് ബി ബ്രോട്ട് ഔട്ട്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഔട്ട് ത്രൂ ദി വേർഡ്സ്. 4 മാർക്കിന്റെ കാര്യമാണ്. യു വിൽ ഹാവ് ടു സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾ ഓക്കെ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ്. എങ്ങനെയാണ്, വൈ യു ആർ സ്റ്റാൻഡിങ് ഫോർ ദാറ്റ് പോയിന്റ് എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഓക്കെ, ഫൈൻ. വി ആർ ഗോയിങ് ഫോർ ദി നെക്സ്റ്റ് set. Your class is conducting a debate on the topic environmental conservation is more important than economic growth. Write 4 arguments in favor or against the topic. In favor of or against the topic. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. The topic is economic growth, അതായത് പൈസ ഉണ്ടാക്കുക, സാമ്പത്തികമായിട്ടുള്ള സംഭവങ്ങൾ ഉയർന്നു വരിക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് will have to concentrate on, കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? എൻവയോൺമെന്റൽ കൺസർവേഷൻ ആണ് എന്ന് ചോദിക്കുകയാണ്. സോ ആർ യു അഗ്രീയിങ് വിത്ത് ദിസ് ഓർ നോട്ട്? ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് ആർ യു സേയിങ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ്? അപ്പോൾ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. സോ വാട്ട് വിൽ യു ഡീൽ വിത്ത്, ലൈക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് ഈ പറഞ്ഞത് ശരിയാണോ? സംഭവത്തിൽ വല്ല കഥയോ ഉണ്ടോ? ശ്രീരാജ് ആടാ മെൻഷൻ ചെയ്തിരിക്കുന്നു. സന്തോഷമായോ? ഐ യു ഹിയർ? അപ്പം മെൻഷൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കയ്യിൽ നിന്ന് പോയി. ഇതാണ് ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ സകലതും കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓൾറൈറ്റ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ദി ഡിബേറ്റ്, അല്ലെ? ഡിബേറ്റിന്റെ ടോപ്പിക് ഇതാണ്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ശരിയാണോ? സാമ്പത്തികമായിട്ട് നോക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എക്കണോമിക്കൽ, എൻവയോൺമെന്റിലാണ്, നമ്മുടെ നേച്ചറിനെയാണ് കുറച്ചും കൂടെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത് എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടോ? Are you agreeing with the same thing? For me it's right, no? നമുക്ക് ജീവിക്കാൻ ഒരു ഭൂമിയില്ലേ, പിന്നെ എന്തോരം പൈസ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. എവിടെ കൊണ്ടു വെക്കും നമ്മൾ ഈ സാധനങ്ങളെല്ലാം? ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി ജസ്റ്റ് വ്യൂഡ് ആസ് എ വെരി സീരിയസ് തിങ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് യു ഹാവ് ടു ഗോ ഫോർ ഒന്നുകിൽ ഫോർ ഓർ എഗൈൻസ്റ്റ്. ഈ പറഞ്ഞ ഡിബേറ്റിന്റെ ടോപ്പിക്കിന് എഗൈൻസ്റ്റോ അല്ലെങ്കിൽ ഫോറോ ആയിട്ട് യു ഹാവ് ടു ഗോ ഫോർ അല്ലെങ്കിൽ യു ഹാവ് ടു മേക്ക് ഫോർ സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം യാ 4 പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിൽ ബി ഏബിൾ ടു ഗോ ഫോർ എനി ഓഫ് ദി തിങ്സ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. എൻവയോൺമെന്റ് എന്താ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട്, അല്ലേ? അപ്പൊ ആ ഒരു കാര്യം യു ജസ്റ്റ് ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ. ഓൾറൈറ്റ്.
വെരി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നമ്മുടെ കറണ്ട് ഒന്ന് പോയതായിരുന്നു കേട്ടോ. ഓൾറൈറ്റ്, സോ അപ്പോൾ നമ്മുടെ വി ഹാവ് ഗോട്ട് എ ബോർഡ് ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ഡിബേറ്റിന്റെ ടോപ്പിക്കാണ്. അപ്പം ഒന്നുകിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ, അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാം, അതല്ല എങ്കിൽ അതിന് പറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സംസാരിക്കാം. വാട്ട് എവർ യു ഡു, യു വിൽ ഹാവ് ടു മേക്ക് ക്ലിയർ സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങൾ ഇത് പറയുന്നത് ഇന്നത് കൊണ്ടാണെന്നുള്ളത് യു വിൽ ഹാവ് ടു മേക്ക് ഇറ്റ് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ 4 പോയിന്റ്സ് യു വിൽ ഹാവ് ടു മേക്ക് അബ്രപ്റ്റ് പോയിന്റ്സ്. അവിടെ ഫേവർ ചെയ്യുന്നുണ്ടെങ്കിലും ഫേവർ ചെയ്യുന്നില്ല ആദ്യമേ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പം പറയുന്നുണ്ടാവാം, എൻവയോൺമെന്റ് ഒക്കെ പിന്നെ വരുന്നുള്ളൂ, മേ ബി എക്കണോമിക്കൽ ആയിട്ടുള്ള ആ ഒരു സർവൈവൻസ് ഉണ്ടായെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഈ എൻവയോൺമെന്റിലേക്ക് നന്നായിട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നവരുണ്ടാവാം. ദാറ്റ് ക്യാൻ ബി അപ് ടു യു. സോ ദാറ്റ് ഷുഡ് ബി ഗിവൻ ഇമ്പോർട്ടൻസ്. ഓൾറൈറ്റ്, നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. ആ ആർഗ്യുമെന്റ്സ് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് ബി stated. All right, ഇനി നോക്കിക്കേ, ഇവിടെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അബൌട്ട് വിച്ച് ചാപ്റ്റർ? ഹൊരഗല്ലു ആണ്. ഇറ്റ്സ് an anecdote. Sudhamurthy asked Ratna how she could solve the problems of so many people by just listening to them. Do you think mere listening can solve problems? So ഹൊരഗല്ലുവിന്റെ മേജർ തീം തന്നെ അതാണ്, ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാം. ബീയിങ് എ ബെസ്റ്റ് ലിസണർ ഇസ് എ കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഫോർ അതേഴ്സ് പ്രോബ്ലം. ശരിയല്ലേ? ഒരാള് അവരുടെ വിഷമങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ വെരി ഈസി ടാസ്ക്. പക്ഷെ അങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ക്യാൻ സോൾവ് മെനി പ്രോബ്ലംസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ യു ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ്. അത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൗ ഇസ് ഇറ്റ്, അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. സോ വാട്ട് ക്യാൻ ബി ദി ആൻസർ? പോസിബിൾ ആൻസർ എന്താ? നമ്മുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്താ? ഓഫ് കോഴ്സ് ലിസണിങ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സങ്കടമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു റിലീഫ് കിട്ടും, അല്ലെങ്കിൽ ദേ വിൽ ബി ജസ്റ്റ് ഫീലിംഗ് ലൈക്ക് എന്നെ ലിസൺ ചെയ്യാൻ ആരൊക്കെയോ ഉണ്ടല്ലോ എന്നുള്ള ഫീൽ അവർക്കും കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് തിങ് ഷുഡ് ബി പ്ലേസ്. നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. കാരണം നമ്മൾ ഓൾറെഡി ആ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു, ഹൊരഗല്ലു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടേണ്ടത് ഇറ്റ് ഷുഡ് ബി ദ ഇമ്പാക്ട് ലൈക്ക് ശരിയാണ്, ലിസണേഴ്സ് ആവുന്നത് നല്ലതാണ്, ലിസണേഴ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ആയി പോവും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ആ പാഠം പഠിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്ട് ചെയ്യപ്പെടുന്ന ആൻസറും ഇത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് വൺ, എവിടെയും ദാ 4 പോയിന്റ് സപ്പോർട്ടിങ് ദിസ് ഒപ്പീനിയൻ. അഗെയിൻ ഒരു പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങളുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പറയാം. എന്താ ക്വസ്റ്റ്യൻ? A discussion was held in your class on the topic domestic violence. എന്താ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ. മാച്ച് ബോക്സിലെ ആ ഒരു തീമിൽ വരുന്ന, അതായത് വീട്ടിലെ സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഡൊമസ്റ്റിക് വയലൻസ്. One of your friends remarked, if we are to fight discrimination and injustice against women, we must start from the home. For if a woman cannot be safe in her own house, then she cannot be expected to feel safe anywhere. അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമേ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ വീടുകളിൽ നിന്നാണ്. ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഫ്രം ആർ ഹൗസ് ഇറ്റ് സെൽഫ്. ഇനി അവിടെ നിന്ന് തുടങ്ങിയിട്ടില്ല, നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നന്നാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഹാപ്പൻ. അപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം. നിങ്ങളുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം. നിങ്ങളുടെ വീട്ടിൽ സേഫ് ആയിട്ടൊരു സ്ത്രീക്ക് താമസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിസ്റ്റർക്ക് അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ ഹൗ ക്യാൻ ഷീ ഫീൽ ലൈക്ക് വൈസ് വെൻ ഷീ ഈസ് അവേ ഫ്രം ഹോം? അല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് കിട്ടും? എ വെരി നൈസ് ക്വസ്റ്റ്യൻ അല്ലേ? ശരിയല്ലേ? അപ്പോൾ യു വിൽ ഹാവ് ടു ഗിവ് ലൈക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ. ഇറ്റ്സ് ഓൾസോ ഹാവിംഗ് 4 marks. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അപ്പം അവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാ എക്സ്പെക്റ്റഡ് എന്നുള്ള ആൻസർ. ശരിയാണ്, ഇത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ യു ക്യാൻ ജസ്റ്റ് പ്രൂവ് ദിസ്. നമ്മുടെ പഠിച്ച ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദി ആൻസേഴ്സ്. ഓക്കെ, സോ ആ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. സോ ഷാൽ വി ഗോ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അപ്പോൾ ഇതിനൊക്കെ ദ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, ദി റെലവൻസ് ഓഫ് ദി ഐഡിയാസ് പ്രസന്റഡ്, ഇതിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മാർക്സ് മെയിനായിട്ട് അലോട്ട് ചെയ്യപ്പെടുക. ഓക്കെ, ആൻഡ് നൗ ഇനി അപ്പം നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നൊക്കെ പറയുന്നത് യു ഹാവ് ടു ടീച്ച് യുവർ ചിൽഡ്രൻ. നമ്മളുടെ കുട്ടികളെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. സ്ത്രീകൾ ദേ ഹാവ് ടു ബി റെസ്പെക്റ്റഡ്. അവർ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദേ ആർ ഓൾസോ ഹാവിങ് ലോഡ് ഓഫ് റെസ്പെക്ട്, ദേ ഡിമാൻഡ്, അല്ലെങ്കിൽ ദേ ഹാവ് ടു ഗെറ്റ് ലോഡ് ഓഫ് റെസ്പെക്ട് എന്നുള്ള കാര്യം വിൽ ഹാവ് ടു ടീച്ച് അവർ ന്യൂ ജനറേഷൻ. അപ്പം അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹോം ഇറ്റ് സെൽഫ്. ഹലോ, ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഇസ് അനദർ തിങ്. ഇവിടെ വാട്ട് ഈസ് യുവർ വ്യൂ ഓഫ് ദി ക്യാരക്ടർ ഓഫ് നോമിതാസ് മദർ? ആൻസർ ഇൻ എ പാരഗ്രാഫ്. ദ സ്റ്റോറി മാച്ച് ബോക്സിൽ ഷീ ഈസ് റൈറ്റിംഗ് ലോഡ് ഓഫ് ലെറ്റേഴ്സ് ടു ഹർ മദർ കംപ്ലൈനിങ് അബൌട്ട് ഹർ ഹാർഡ്ഷിപ്സ്, അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരുപാട് അവൾ അനുഭവിക്കുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊക്കെ ഷീ ഈസ് ജസ്റ്റ് സേയിങ് ലോഡ് ഓഫ് തിങ്സ് ടു ഹർ മദർ.
ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കുറേ അധികം കണ്ടിട്ടുള്ള ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഡൗറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ അധികം സൂയിസൈഡ്സ്, ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ബട്ട് ദേ ആർ കംപ്ലൈനിങ് ടു ദെയർ ഓൺ ഹൗസ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി റിപ്ലേസ്, അല്ലെങ്കിൽ യു അഡ്ജസ്റ്റ് ദർ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു സേ about this particular thing according അല്ലെങ്കിൽ from the view of നോമിഡാസ് ക്യാരക്ടർ. നോമിഡയുടെ അമ്മയുടെ ക്യാരക്ടർ, സോറി നോട്ട് നോമിഡാസ് ക്യാരക്ടർ, നോമിഡാസ് മദേഴ്സ് ക്യാരക്ടർ. നോമിഡയുടെ അമ്മയുടെ ക്യാരക്ടറിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? ഷീ എ വെരി നൈസ് ലേഡി, ഭയങ്കര അടിപൊളി നല്ലൊരു അമ്മയാണോ? ഷീ എ നൈസ് മദർ? ഡെഫിനറ്റ്ലി നോട്ട്, അല്ലേ? അവളുടെ അമ്മ ഒരിക്കലും ഒരു നല്ല അമ്മ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഷീ വാസ് ലൈക്ക് എന്താണ്, ഷീ വാസ് ഓൾസോ എ വിഡോ. കാരണം അവർക്ക് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. ഷീ വാസ് വെരി ഹെൽപ്ലെസ്, പ്രത്യേകിച്ച് ഇത് കാര്യമൊന്നുമില്ല. ആൻഡ് ഷീ ഈസ് വെരി അറ്റാച്ച്ഡ് ടു ഹെർ ഡോട്ടർ. ആൻഡ് അവിടെ അവളും ഈ മോളെ ചുറ്റിപ്പറ്റിയാണ്, അല്ലെങ്കിൽ അവളുടെ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഈ അമ്മയും മുഴുവൻ കാലവും ജീവിച്ചു പോകുന്നത്. ആൻഡ് ഷീ ഡസൻറ്റ് കെയർസ് അബൌട്ട് ദി സാക്രിഫൈസസ് ഓർ ദി ഹാർഡ്ഷിപ്പ് ദാറ്റ് ദി ഡോട്ടർ ഹാസ് ടു ഫേസ്. ഇവർക്ക് എങ്ങനെയും ആ ഒരു സൈഡ് പറ്റിയ ഒരു പാരസൈറ്റിനെ പോലെ മോളുടെ ജീവിതം അല്ലെങ്കിൽ മോളുമായിട്ട് ഒട്ടിപ്പിടിച്ചാണ് അവർ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ അവിടെ മോൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊന്നും അവർ ഒട്ടും തന്നെ വറി ചെയ്യിക്കുന്നില്ല. കാരണം ജസ്റ്റ് ബിക്കോസ് ഓഫ് മദർ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഡോട്ടർ ഷീ ഈസ് ഓൾസോ ലിവിങ്. അപ്പം അവിടെ നിന്നൊരു ആശ്രയം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ പോയി കഴിഞ്ഞാൽ ഷീ വിൽ ഓൾസോ ബി ദെയർ ഇൻ ട്രബിൾ. അതുകൊണ്ട് തന്നെ ഷീ ഈസ് നോട്ട് റെഡി ടു റിയാക്ട്. അപ്പോൾ ദാറ്റ് ഈസ് ദി ക്യാരക്ടർ ഓഫ് നോമിഡാസ് മദർ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, വാട്ട് ഈസ് ഹർ ബിഹേവിയർ, വാട്ട് ഈസ് ഹർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം നിങ്ങളുടെ ഈ ഒരു ആൻസറിൽ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. ഈ ലൈവിൽ ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ചാപ്റ്റർ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ബട്ട് ഓരോ ചാപ്റ്റേഴ്സും ആ ഒരു രീതിക്ക് നമ്മൾ പോകുന്നില്ലടാ. നമ്മൾ വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിൽ മേജർ ആയിട്ട് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, വാട്ട് ഇസ് എ തീം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടത് എന്നുള്ള കാര്യമാണ് വി ആർ ഡിസ്കസിങ് ഹിയർ ഇൻ ദിസ് ലൈഫ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ നോമിഡയുടെ അമ്മയുടെ ക്യാരക്ടർ നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കാറുള്ള നോമിഡയുടെ ക്യാരക്ടറാണ്. അപ്പോൾ അത് മാത്രം പോരാ, വാട്ട് ഇസ് ഹർ മദേഴ്സ് ക്യാരക്ടർ, എങ്ങനെയാണ്, ഹൗ ഇസ് ഷീ ഡിഫറെന്റ്, അല്ലെങ്കിൽ അവർ എത്രത്തിലുള്ള ഒരു മദറാണെന്നുള്ളൊരു കാര്യം വിൽ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ. വി ഹാവ് അക്കോർഡിംഗ് ടു ദി ഫാദർ ഇൻ ദി പോയം റൈസ്, only fools turn to rice farming for gain. Okay, and however the poet comes home eager to eat a full meal of atikira rice. Compare the attitude of the poet and his father. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് വന്നിട്ടുള്ളത്. മാത്രമേ എനിക്കറിയൂ, ആകെ ചാപ്റ്റർ 2 മാത്രമേ എനിക്കറിയൂ. വാട്ട് ഹാപ്പൻഡ് ഫോർ ഓൾ അതേഴ്സ്? ബാക്കിയുള്ളതൊന്നും അറിയില്ലേ? എന്ത് പറ്റി? ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ആർ യു സേയിങ് അബൌട്ട് ദാറ്റ് എനി വിമൻ, ആ ഒരു പോയമാണോ? അത് ആർ യു സേയിങ് അബൌട്ട് യൂണിറ്റ് 2? യൂണിറ്റ് 2 മാത്രമേ അറിയുള്ളൂ എന്നാണോ പറയുന്നത്? ഡോണ്ട് വറി, എനിവേസ് ഏതാണെന്ന് വെച്ചാലും വേറെ സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമായിരുന്നു. ആഹാ, സോ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ച് ഇംഗ്ലീഷിനെ സൈഡാക്കി വെച്ചോ. നോ, ഡോണ്ട് വറി, ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒരു ഐഡിയ കിട്ടും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ പ്ലീസ് ബി വെരി അറ്റൻറ്റീവ്. നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് നമ്മൾ ചാപ്റ്ററിന്റെ ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്, ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. Oh my god, no, total 2 chapters are only 2 chapters. My god, we have got plenty of chapters, right? Or I think we have got 3 or 4 chapters. Lot to study, right? But it's okay. You will be able to get it. നമ്മൾ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ്, പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടതാണ്. ചിലപ്പം മേ നോട്ട് ബി ദെയർ ഇൻ യുവർ മെമ്മറി, പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ജസ്റ്റ് ഗെറ്റ് ഇറ്റ്. അപ്പോൾ അതിനെപ്പറ്റി വറീഡ് ആവണ്ട. ജസ്റ്റ് ലിസൺ ടു ദീസ് ക്വസ്റ്റ്യൻസ്, എങ്ങനത്തെയാണ് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് ചോദിച്ചിട്ടുള്ളത് കമ്പയർ ചെയ്യാനാണ്. കമ്പയർ ദി ക്യാരക്ടർ അല്ലെങ്കിൽ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദിസ് ഫാദർ ആൻഡ് ദി സൺ. അച്ഛൻ പറയുന്നത്, ഓ കൃഷിയൊന്നും ചെയ്തിട്ട് ഇനി ഒരു കാര്യമില്ല, കാരണം എന്തെങ്കിലും പൈസ, എന്തെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലാഭം കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ ഫോർ സം ബിസിനസ്. കൃഷിയൊന്നും ചെയ്തുകൊണ്ട്, അരികൃഷിയൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട്, നെല്ല് കൃഷിയൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ആൻഡ് ദ സൺ വാസ് ലൈക്ക്, ഹി വാസ് വെരി ഈഗർ. നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ അമ്മോ എനിക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള നല്ല സുഖമുള്ള ആ ഒരു റൈസ് ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ വരുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? രണ്ടുപേരും നല്ല ഒപ്പോസിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഒരു വശത്ത് ഫാദർ, ഹി ഡിസ്ലൈക്സ് ഫാമിങ്, എസ്പെഷ്യലി റൈസ്. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. കാരണം ഇതൊന്നും വെച്ചിട്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടാനില്ല. ആൻഡ് ഹി ഈസ് ഫോർ ക്യാഷ് ക്രോപ്സ്, പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റബ്ബർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളോടാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. ബട്ട് ദ സൺ ഇസ് ലൈക്ക്, ഹി ഈസ് റിയലി അറ്റാച്ച്ഡ് ടു ഓൾ ദീസ് തിങ്സ്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്.
ഹി ഈസ് ലൈക്ക് കുറച്ചും കൂടെ കണക്റ്റഡ് ആണ്, നാടുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃഷി റൈസ് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഫാമിങ്ങുമായിട്ട് കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മോനാണ്. മാത്രമല്ല വാസ് സംവെയർ ആൻഡ് ഹി വാസ് വെരി ഈഗർ ടു കം ബാക്ക് ടു ദി നേറ്റീവ് പ്ലേസ്. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവൻ ഏറ്റവും അധികം ആഗ്രഹിച്ചതും ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ ദർ ഇസ് ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫാദർ ആസ് വെൽ ആസ് ദി സൺ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വി ഹാവ് ഗോട്ട് എ കമ്പാരിസൺ ലൈക്ക് അച്ഛനും മോനും തമ്മിലുള്ളൊരു കമ്പാരിസൺ. കാരണം അത്ര രണ്ട് രീതിക്കും എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി നോട്ടഡ്. എങ്ങനെയാണ് ഹൗ ഇസ് എ ഫാദർ ആൻഡ് സൺ ഡിഫറിങ്? മോൻ വരുമ്പോഴേക്കും വഴി കൂടെ ഒക്കെ വരുമ്പോഴേക്കും ഹി ഈസ് അപ്രീഷിയേറ്റിംഗ് ദ ബ്യൂട്ടി. ആ കൊള്ളാം, എൻ്റെ പൊന്നോ, ഞാൻ എത്ര നാളിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അച്ഛൻ എന്താ പറയുന്നത്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു ലൈനാ, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. മണ്ടന്മാർ മാത്രമേ ഈ നെൽകൃഷിയിലൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയുള്ളൂ. സോ ഹി ഈസ് ഹാവിംഗ് എ വെരി ബാഡ് ഐഡിയ അബൌട്ട് കൾട്ടിവേറ്റിംഗ് റൈസ്. അദ്ദേഹത്തിന് അനുഭവങ്ങളാവാം, അല്ലെങ്കിൽ അതിന് തീരെ വിലയില്ല എന്നുള്ളൊരു ക്രൈറ്റീരിയ ആവാം. സോ ഓൾ ദീസ് ക്യാൻ ബി ദ ക്രൈറ്റീരിയസ്. ഓക്കെ, അപ്പം എ ഗ്രേറ്റ് അപ്പോസിംഗ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അപ്പോസിംഗ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വി ക്യാൻ ജസ്റ്റ് സീ ഇൻ ദിസ് ലൈൻ, ഐ മീൻ ഇൻ ദിസ് പോം. Alright, and now we are going for a conversation. ഇവിടെ നോക്കി, Nomida in the story Matchbox faces many insults from her husband Ajit. At last one day she tells her sister-in-law the whole story. അപ്പം രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്, സിസ്റ്റർ ഇൻ ലോയും അതുപോലെ തന്നെ നമ്മുടെ നോമിതയും. അപ്പൊ അവൾ വാട്ട് ക്യാൻ ബി ദറ്റ് ലൈക്ലി കോൺവെർസേഷൻ? അവർ ഏതായാലും ഭയങ്കര പ്ലസന്റ് ആയിട്ട് എന്താടി വിശേഷം, ഞാൻ അവിടെ അടിപൊളിയായിട്ട് നടക്കുക അടി എന്നൊക്കെ ആയിരിക്കും പറയുക. Will that happen? Never. കാരണം രണ്ട് ലേഡീസ് ആണ് ഉള്ളത്. ഒരാൾ വളരെയധികം അവളുടെ ബ്രദർ, സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോഴേക്കും അവളുടെ സഹോദരനായിരിക്കും. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ്ഷിപ്സ്, ഭയങ്കര സങ്കടം നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്യാൻ ബി അതായിരിക്കും അവർ മിക്കവാറും ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ കോൺവെർസേഷൻ ക്യാൻ നോട്ട് ബി വെരി പ്ലസന്റ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതാവാം. ആൻഡ് വൺ വിൽ ബി കൺസോളിങ് ദി അതർ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും വിൽ ജസ്റ്റ് ഫൈൻഡ് സം സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിൽ ജസ്റ്റ് ഗോ. എൻ്റെ പേരൊന്ന് പൊക്കി പറയാമോ? എടാ പയ്യെ പറഞ്ഞാൽ പോരാ, പൊക്കി തന്നെ പറയണമെന്നുണ്ടോ? ഷാൻ, കൂടുതൽ പൊക്കി പറയാൻ ഇപ്പൊ എന്താ, നീ സുന്ദരനാണ്, സുമുഖനാണ്, അങ്ങനെയൊക്കെ പറയാനാണോ നീ ഉദ്ദേശിച്ചത്? ആണെങ്കിൽ ഒന്നുകൂടെ പറയണേ, സോ ദാറ്റ് ഐ ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എന്തുവാ, വാട്ട് വർ ബി സേയിങ്, എന്തായിരുന്നു? യെസ്, ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദീസ് ടു ലേഡീസ്. ഒന്ന് സിസ്റ്റർ ഇൻ ലോയും അതുപോലെ തന്നെ നോമിതയും തമ്മിലുള്ള ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ശരി, അപ്പൊ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ഷാൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദ കോൺവെർസേഷൻ. അപ്പം കാര്യം ഓർത്ത് നോക്കാൻ നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വെറുതെ രണ്ട് ചേച്ചിമാർ കൂടിയിട്ട് ദേ ആർ നോട്ട് സേയിങ് സം കുറച്ച് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടുവർത്താനോ അല്ലായിരിക്കും അവിടെ നടക്കുക. ബിക്കോസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദെയർ ലൈഫ് ഇൻസിഡൻറ്റ്. സോ ഇറ്റ് ഷുഡ് ഹാവ് എ ഹാർട്ട്, സംതിങ് ഷുഡ് ബി ദർ ഇൻ ദാറ്റ് ലൈൻസ്. അപ്പൊ അത് വെച്ചിട്ട് വേണം നിങ്ങളുടെ എൻറ്റയർ കോൺവെർസേഷൻ മുന്നോട്ട് പോവാൻ. ഇനി അടുത്ത് നോക്കിക്കേ, again one more question. She grabs Ajit's matchbox on the table, lightens a matchstick and touches it to her sari. And this is how Nomida in Matchbox responds to the humiliation of her husband. What is your opinion of Nomida's impulsive reaction? Write your answer in the paragraph. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. എന്താ റിയാക്ഷൻ നടക്കുന്നത്? അവളുടെ ഹസ്ബൻഡ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഷീ ജസ്റ്റ് ഗെറ്റ്സ് ദാറ്റ് മാച്ച് ബോക്സ്, അത് തീപ്പെട്ടി കൊണ്ട് ഉരച്ചിട്ട് അവളുടെ സാരിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സോ വാട്ട് യു തിങ്ക് അബൌട്ട് അവളുടെ ആ പെട്ടെന്നുണ്ടായ ഒരു റിയാക്ഷനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വാസ് ഷീ ഡൂയിങ് സംതിങ് റോങ്, അതോ അവൾ ചെയ്തതൊക്കെ റെഡി ആയിരുന്നോ, നല്ലതായിരുന്നോ? വാട്ട് യു തിങ്ക്? എന്താണ് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്? ക്യാൻ ബി റോങ് അല്ലെ, ഒന്നെങ്കിൽ നമുക്ക് റോങ് ആണെന്ന് പറയാം, ആ ഒരു പറഞ്ഞ സംഭവം കൊടുക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമ്മുടെ ചാപ്റ്ററുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് അല്ലേ. മാച്ച് ബോക്സിന്റെ പ്രത്യേകത എന്താ? നമ്മൾ എവിടെയെങ്കിലും ഉരസി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് ഉരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും അല്ലേ. സോ ഇറ്റ് വാസ് ലൈക്ക് ദിസ്. നോമിതേനെ കുറെ കാലമായിട്ട് ഈ ഹസ്ബൻഡ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷീ ഈസ് ലൈക്ക് ഇതൊന്ന് കത്തിച്ചേക്കാം, പെട്ടെന്ന് നമ്മൾ ഷീ ഗോട്ട് ഇമ്പൾസീവ്. അപ്പൊ അതിൽ നമുക്ക് അവളെയും ഭയങ്കരമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഷീ വാസ് സഫറിങ് അണ്ടർ ദിസ് ഹസ്ബൻഡ്. കുറേ കാലമായി ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ക്യാൻ ബി ആൻ ഇമ്പൾസീവ് റിയാക്ഷൻ, ബട്ട് സ്റ്റിൽ അവളെ ഇങ്ങനെ കൊച്ചാക്കാൻ നമുക്ക് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദാറ്റ് ഇസ് വൈ ഷീ ഈസ് റിയാക്ടിങ് ഇൻ സച്ച് എ വേ. സോ വാട്ട് എവർ യു ആൻസർ ദാറ്റ് യു ആർ മേക്കിംഗ്, ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ്. എസ് കൊടുക്കാം അല്ലെങ്കിൽ നോ എന്നും കൊടുക്കാം. അവൾ ചെയ്ത് ശരിയായി എന്ന് പറയാം,
ശരിയായില്ല എന്നും പറയാം. ശരിയായി എന്ന് പറയുന്നത് യു ഹാവ് ടു സ്റ്റേറ്റ് ലൈക്ക് ശരിയാണ്, അവൾ ഇത്രയും കാലം ഈ പറഞ്ഞ ഹസ്ബൻഡിന്റെ അബിലിറ്റിയിലെങ്കിലും അയാൾ ഇങ്ങനെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവൾ സഹിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് ഫൈനലി ഷീ ജസ്റ്റ് റിയാക്റ്റഡ് ബാക്ക്. ഓക്കെ, സോ വാട്ട് എവർ യു സേ ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ്. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ള കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റഡ് ക്ലിയർലി. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി നമ്മൾ ബാൽവിന്റെ ക്യാരക്ടർ ആർട്ട് സ്കെച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. ഐ നോ ദാറ്റ് ഇഫ് ഐ ടേക്ക് ദിസ് മണി ഐ ഡു എ ഡിസോണറബിൾ തിങ്. These words clearly should Robert Baldwin will never be influenced by any financial offers. Prepare a brief character of Baldwin. അപ്പോൾ നമ്മുടെ ബാൽവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ്, ഇറ്റ്സ് ലൈക്ക് എ ക്യാരക്ടർ സ്കെച്ച്. അദ്ദേഹം എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു? ഹി വാസ് എൻ ഓണസ്റ്റ് മാൻ. ശരിയാണ്, ഓണസ്റ്റ് ആയിരുന്നു. ഹി വാല്യൂഡ് ജസ്റ്റിസ്, അല്ലേ? എന്തെങ്കിലും കള്ളത്തരത്തിൽ പോയി കുറച്ച് പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. സോ ഹി വാല്യൂഡ് ജസ്റ്റിസ് ആൻഡ് ഹി വാസ് റിയലി ലവബിൾ. ഫാമിലി ആയിട്ടൊക്കെ നല്ല അഫെക്ഷനേറ്റ് ആയിരുന്നു. ആൻഡ് മെയിൻ തിങ് ദാറ്റ് യു ഹാവ് ടു സേ ഇസ് ദാറ്റ് ഹി വാസ് എൻ ഓണസ്റ്റ് മാൻ. കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാത്ത, അല്ലെങ്കിൽ എന്ത് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നെങ്കിലും തൻ്റെ കയ്യിലുള്ള ആ ഒരു ഓണസ്റ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വിട്ട് കളിക്കാൻ അദ്ദേഹം റെഡി ആയിരുന്നു. സോ ദാറ്റ് ഷുഡ് ബി ദ പ്രയർ പോയിന്റ് ദാറ്റ് ഹാവ് ടു സ്റ്റേറ്റ്. ആൻഡ് ദെൻ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അടുത്ത നോക്കിക്കേ, അമിഗോ ബ്രദേഴ്സ് ആണ്. The announcer turned to the winner and found himself alone in the boxing ring. Arm in arm, the champions had already left the ring. Imagine that you are the announcer. What would you announce in this situation? Write the likely announcement. Because that is actually a very nice question. നിങ്ങളാണ് എന്താണ് മറ്റേ അനൗൺസ്മെന്റ്, നമ്മുടെ രണ്ട് ബ്രദേഴ്സിന്റെ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോഴേക്കും ബോക്സിംഗ് റിംഗിൽ ആരുമില്ല, ഒരു മനുഷ്യനില്ല. എല്ലാവരും അയാൾ ബോക്സ് ചെയ്തുകൊണ്ടിരുന്ന രണ്ടാൾക്കാർ ഏജസ് ഓഫ് വെറ്റ്, അവർ കൈയും പിടിച്ചൊക്കെയാണ് പോകുന്നത്. സോ വാട്ട് ക്യാൻ ബി ദ അനൗൺസ്മെന്റ്? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വാട്ട് വിൽ ബി യുവർ അനൗൺസ്മെന്റ്? എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഒരു അനൗൺസ്മെന്റ് പോവുക? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ഫ്രണ്ട്ഷിപ്പ്, അല്ലെ? അമിഗോ ബ്രദേഴ്സ് അവർ ആ ഒരു റിങ് വിട്ടു പോകുമ്പോഴും കൈകോർത്തൊക്കെ പോകുന്നതും അബ്സല്യൂട്ട്ലി ആൻ എക്സാമ്പിൾ ഫോർ ഫ്രണ്ട്ഷിപ്പ്. ഇവർ തമ്മിൽ. സോ യുവർ അനൗൺസ്മെന്റ് ഷുഡ് ഓൾസോ ബൗൺസ് ലൈക്ക് ഇറ്റ് ഷുഡ് ഗിവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതിനെ കുറച്ചും കൂടെ പ്രൈസ് ചെയ്യുന്ന രീതിക്ക്, അല്ലെങ്കിൽ അതിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിക്ക് വേണം നിങ്ങളുടെ ആ ഒരു അനൗൺസ്മെന്റും പോകാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ വളരെയധികം നല്ല രീതിക്ക്, അതുപോലെ തന്നെ അവരിൽ ഉണ്ടായിരുന്ന ഒരു ട്രൂ സ്പിരിറ്റ്, അൾട്ടിമേറ്റ് ഫ്രണ്ട്ഷിപ്പ്, ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി മെൻഷൻ വൈൽ അനൗൺസിങ് ദാറ്റ്. അയ്യോ നമ്മൾ വീട്ടിൽ പോവാ, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, സോ വി ജസ്റ്റ് ഹാവ് ടു അമിഗോ ബ്രദേഴ്സ് ഒന്നും അറിയില്ല എന്നാണോ പറയുന്നത്? Is it like that? It's a very simple one. രണ്ട് ബ്രദേഴ്സ് അവർ ജീവിക്കുകയായിരുന്നു, ആൻഡ് both of them were having interest in boxing. ഫൈനലി അവർ ഒരേ ബോക്സിംഗ് റിംഗിൽ എതിരാളികളായിട്ട് വരികയാണ്. ബട്ട് ഫൈനലി ഒരാൾ ജയിക്കുന്നുണ്ട്, അല്ല ആ പറഞ്ഞ രീതിക്ക് മുന്നോട്ട് പോകുമ്പോഴും ലാസ്റ്റ് ഇവരുടെ ബോക്സിംഗ് റിംഗ് വിട്ട് പോകുന്നുണ്ട്. രണ്ടുപേരും കൈയൊക്കെ കോർത്ത് പിടിച്ചാണ് പോകുന്നത്. ആൻഡ് ദ ഡസന്റ് ഫീൽ ലൈക്ക് ആരെങ്കിലും ഒരാൾ വിൻ ചെയ്തു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ ഇടയ്ക്കൊന്ന് മുറുകിയിട്ടുണ്ടായിരുന്നു. ഇവർ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് എവർ ലൈക്ക് എനിമീസ്. ബട്ട് ഇവർ ബോക്സിംഗ് റിംഗിലേക്ക് ഒരുമിച്ച് വന്നപ്പോഴേക്കും ദേ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ആര് ജയിച്ചു കഴിഞ്ഞാൽ ദേ വർ ഫീലിംഗ് ലൈക്ക് ഹാപ്പി. ആൻഡ് ദാറ്റ് ഇസ് ദ സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോറി. ഓക്കെ, അപ്പോൾ അവിടെ യു വിൽ ബി ഹാവിങ് മാർക്സ് ഫോർ യുവർ ഐഡിയാസ്, പ്ലേസിംഗ് ഓഫ് ഐഡിയാസ്. നിങ്ങളുടെ ഐഡിയാസ് എങ്ങനെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ഇറ്റ് ഷുഡ് ബി ഗിവൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ദാറ്റ് ഹാസ് ടു ബി സ്റ്റഡീഡ്. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ഗോട്ട് അതർ വൺസ്. അടുത്ത് നോക്കിക്കേ, ദിസ് ഇസ് എൻ അനൗൺസ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ God has given 2 ears to listen to others. So I hear them out with sympathy and without judgment. These are the words of Ratna in Horagallu. And what do you think are the qualities of a good listener? അടിപൊളി ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഒരു ഗുഡ് ലിസണറുടെ ക്വാളിറ്റീസ്? ഹൊറഗല്ലു ബേസ്ഡ് ആണ്, രത്നയുടെ ക്യാരക്ടർ ആണെന്ന് മനസ്സിലായി. നമുക്കറിയാം രത്ന ഇസ് എ വെരി ഗുഡ് ലിസണർ, നല്ലൊരു ലിസണർ ആണെന്ന് നമുക്കറിയാം. So what do you think, what all should be the characters of a good listener? എന്തൊക്കെയാണ് ഒരു ഗുഡ് ലിസണറുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവേണ്ടത്? വേഗം പറഞ്ഞോളൂ. It should provide a relief, അല്ലെ? പറയുന്ന ആൾക്കാർക്ക് they should feel a kind of relief. ഇവര് അയ്യോ പിന്നെ സങ്കടമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ഗിവ് സം റിലീഫ്. ഇനി സെക്കൻഡ് വൺ എന്താ? ദേ ഷുഡ് ബി ലൈക്ക് ഗുഡ് ഹീലേഴ്സ്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ദേ ഷുഡ് ബി ലൈക്ക് അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവർക്കുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഹീലായി ഇപ്പോൾ സൊല്യൂഷൻസ് കിട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു പരിധി വരെ ആശ്വാസം കിട്ടി എന്നുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടാവണം. ഓക്കെ, സോ ദേ ഷുഡ് ബി ഗുഡ് ഹീലേഴ്സ്. ആൻഡ് അടുത്ത എന്താ ക്വാളിറ്റി വേണ്ടത്?
പേഷ്യൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. ഇതൊന്നും പറയുന്നത് കേൾക്കാൻ യാതൊരു ക്ഷമയില്ലാത്തൊരു മനുഷ്യൻ, വിൽ ദാറ്റ് ബി എ വെരി ഗുഡ് ലിസണർ? യെസ്, വെരി ഗുഡ്. പേഷ്യൻസ്. ഹലോ ആസ് ഷാൻ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. പേഷ്യൻസ് വേണം, കേട്ടോണ്ടിരിക്കാനുള്ള ക്ഷമ വേണം. ഓ ഇവനത് കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്, എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി എ ഗുഡ് ലിസണർ? നമ്മൾ നല്ല ലിസണേഴ്സ് ആവോ? ഡെഫിനറ്റ്ലി നോട്ട്. കാരണം അത് മുഴുവൻ കേൾക്കാൻ അവർ ചിലപ്പോൾ പറഞ്ഞു തന്നെയായിരിക്കും പറയാം. We may get bored, but still we should have patience enough in order to become a good listener. Alright? ഇനി വേറെ എന്തൊക്കെയാ വേണ്ടത്? ഒരിക്കലും ഒരു കാര്യം, ഈ പറഞ്ഞ കേട്ട കാര്യം ഒരിക്കലും മറ്റൊരാളോട് പോയി ഷെയർ ചെയ്യുന്ന ഒരാളായിരിക്കരുത്. ഷുഡ് ബി ലൈക്ക് ജസ്റ്റ്ഫുൾ ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. എന്താണ്, പറഞ്ഞു കേട്ട കാര്യങ്ങൾ മുഴുവൻ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ബി എ യൂസ്ഫുൾ തിങ്. ആൻഡ് മുന്നേ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ആൾക്കാരെ ഒരിക്കലും കേൾക്കാനിരിക്കരുത്. വി ഷുഡ്ന്റ് ഹാവ് എ കൈൻഡ് ഓഫ് പ്രീഡിറ്റർമിൻഡ് നോഷൻസ് അബൌട്ട് സംതിങ്. അല്ലെങ്കിൽ ആൾക്കാരെ കേൾക്കാൻ പോകുന്നതിന് ഇവൻ അങ്ങനെയൊക്കെ, അപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ വി ഷുഡ് ഹിയർ ദം വിതൗട്ട് എനി കൈൻഡ്സ് ഓഫ് പ്രീഡിറ്റർമിൻഡ് നോഷൻസ്. അവരിങ്ങനെയാണ്, അപ്പൊ അത്തരത്തിലുള്ളൊരു തോട്ട് ഇല്ലാണ്ട് വേണം നമ്മളെ, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ട്. Okay, so all these are the values that a good listener should have. നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റ്സും നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. Alright, so shall we go for the next one? അടുത്ത നോക്കിയേ, ഇറ്റ്സ് ഓൾസോ ഫ്രം ദി ചാപ്റ്റർ മാച്ച് ബോക്സ് എന്നാണ്. മാച്ച് ബോക്സിലെ ക്യാരക്ടർ തന്നെയാണ്, നോമിതയുടെ ക്യാരക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, okay, ഫൈൻ. അപ്പോൾ നമുക്ക് അഗെയിൻ വി ആർ ഹാവിംഗ് ദി ക്യാരക്ടർ ഓഫ് നോമിത. നോമിതയുടെ ക്യാരക്ടറാണ് വീണ്ടും ചോദിച്ചത്. അപ്പോൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൻ ടു ദ ക്യാരക്ടർ ഓഫ് നോമിത. മാച്ച് ബോക്സ്, കാരണം അവിടെ ഇന്നത്തെ സിറ്റുവേഷന് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഡൊമസ്റ്റിക് വയലൻസ്, ഒരു ഫാമിലിയിൽ ലേഡീസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ദാറ്റ് ചാപ്റ്റർ. ഈസിയാണ്, ഓർത്തിരിക്കാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവിടെയുള്ള ആൾക്കാരുടെ ക്യാരക്ടേഴ്സ്, അജിത്തിന്റെയും നോമിതയുടെയും നോമിതയുടെ അമ്മയുടെ ഒക്കെ ക്യാരക്ടർ ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് വെരി thoroughly. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നോട്ട് ജസ്റ്റ് ഇവിടെ നോക്കി, ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്ത്. ക്യാരക്ടർ ഓഫ് അജിത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. യു മേ ഹാവ്, യു ക്യാൻ യൂസ് ദി ഹിൻസ്. അജിത്തിന്റെ ക്യാരക്ടറാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് പിന്നെ ഒരു ഉപകാരം വന്നിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് പോയിന്റ്സ്. അജിത്തിന്റെ ക്യാരക്ടറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഇതാ: ഈഗോ ആൻഡ് പ്രെജുഡിസ്, മുൻധാരണകളാണ്. അവൻ ഇന്നതാണെന്ന് നേരത്തെ അങ്ങ് കൽപ്പിച്ച് കൂട്ടി വെക്കുക. ഇൻസൾട്സ് ഹിസ് വൈഫ് ബട്ട് ഫിയേഴ്സ് ദ ഇന്നർ ഫയർ ഓഫ് നോമിത, കീപ്സ് ദ ഇമേജ് ഓഫ് എ ജെന്റിൽമാൻ. എല്ലാവരുടെയും മുന്നിൽ ഭയങ്കര ഞാൻ അടിപൊളിയാണ്, ജെന്റിൽമാൻ ആണെന്ന് പറഞ്ഞ് നടക്കും. ഹി ഇൻസൾട്സ് ഹിസ് വൈഫ് ബട്ട് ഹി ഈസ് റിയലി അഫ്രൈഡ് ഓഫ് ദി ഫയർ വിച്ച് ഇസ് ഇൻസൈഡ് നോമിത. നോമിതയുടെ ഉള്ളിലുള്ള ഫയറിനെ അവൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് ഇത് എളുപ്പമാണ്, കാരണം ഓൾറെഡി പോയിന്റ്സ് ആർ ഗിവൺ. യു ഹാവ് ടു ജസ്റ്റ് മേക്ക് ദം ഇൻ ടു സെന്റൻസസ്. ആ ഒരു ഐഡിയാസ് ഒന്ന് നല്ല രീതിക്ക് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇത് ഓരോന്നും പറയുമ്പോൾ യു ഹാവ് ടു സ്റ്റേറ്റ് എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ ആവുന്നത്. വൈഫിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻസിഡന്റ് ഷോസ് ദാറ്റ്. അല്ലെങ്കിൽ ഹി ഈസ് വെരി പ്രിജുഡിസ്, ഐ മീൻ ഹി ഈസ് വെരി പ്രിജുഡിസ്ഡ് മാൻ. അതുപോലെ തന്നെ ഈഗോ ഉള്ള മനുഷ്യനാണ്. ഹി ആക്ട്സ് ലൈക്ക് എ ജെന്റിൽമാൻ. ഇതൊക്കെ എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ് വി ആർ ഗെറ്റിംഗ് ആൻ ഐഡിയ എന്നുള്ളതും യു ഹാവ് ടു പ്ലേസ് ഇൻ ദിസ് ആൻസർ. അടുത്ത നോക്കിയേ, ഇറ്റ്സ് അഗെയിൻ ഇറ്റ്സ് എ ബ്ലോഗ് സ്പോട്ട്. ബ്ലോഗ് പോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലോഗിന്റെ ടൈറ്റിൽ ആൻഡ് നിങ്ങൾ എഴുതുന്നതിന്റെ ടൈറ്റിൽ. ബ്ലോഗിന്റെ പ്രത്യേകതകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ എഴുതുന്നത്, അതായത് ബ്ലോഗിനൊരു ടൈറ്റിൽ ഉണ്ടാവും, ഓൾറെഡി ഉള്ള നിങ്ങളുടെ ബ്ലോഗിനൊരു ടൈറ്റിൽ ഉണ്ടാവും. ഇനി അതല്ല, നിങ്ങൾ എഴുതുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും, അതിന്റെ ഒരു ടൈറ്റിലും യു ഹാവ് ടു പ്രസന്റ് ദെയർ ഇൻ ഇറ്റ്. ഇനി അതിനുശേഷം ഇവിടെ വരാൻ പറ്റുന്നത് നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റെലവൻസ്. എന്നോ കഴിഞ്ഞ ആണ്ട് സംക്രാന്തിക്ക് മുന്നേ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ബ്ലോഗ് വിൽ നോട്ട് ബി റെലവെന്റ്. കാരണം പണ്ടങ്ങാണ്ട് നടന്ന അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ പണ്ട് നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോഴത്തെ ബ്ലോഗിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സംതിങ് ബട്ട് ഇറ്റ് വോണ്ട് ഹാവ് ദറ്റ് റെലവൻസ്. ആ ഒരു റെലവൻസ് കിട്ടും. സോ യുവർ പോയിന്റ് ഷുഡ് ഹാവ് റെലവെന്റ് കോണ്ടന്റ്. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്
ക്യാൻ ബി ഡെഫിനറ്റ്ലി അബൌട്ട് നോമിനയുടെ ഹാർഡ്ഷിപ്സ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും വരിക? ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ് വരുന്നത്. വീട്ടിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന വയലൻസ്, അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഹാർഡ്ഷിപ്സ്, മിസ്ഫോർച്യൂൺസ് ഒക്കെയാണ് അവിടെ വരുന്നത്. സോ ദ ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു തീം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. അപ്പോൾ ടൈറ്റിൽ ഷുഡ് ബി ദ റെലവൻസി ആൻഡ് ദെൻ യു ഹാവ് ടു അറേഞ്ച് യുവർ ഐഡിയാസ്. ഒരു വളരെ ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്യണം. ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു യൂസ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. ബ്ലോഗ് പോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫോമൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കണം നിങ്ങൾ അവിടെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് this much is clear for you. നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഓൾസോ ഹാവിംഗ് 6 marks. ഇവിടെ ഹിൻസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രഗിൾസ്, ചാലഞ്ചസ്, ലാക്ക് ഓഫ് ഐഡന്റിറ്റി, ഹ്യൂമിലിയേഷൻ, ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ടൈറ്റിൽ, റെലവൻസ് ഓഫ് ദ ടോപ്പിക്, then the logical arrangement of ideas, all these things should be considered. Okay, fine. അപ്പോൾ നമുക്ക് നോക്കി, ഇനി അടുത്ത് നോക്കിക്കേ. We have got ഷോർട്ട് പ്രൊഫൈൽ. ഹിൻസ് തന്നിട്ടുണ്ട്. പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എഴുതി നമുക്ക് തടക്കം വന്നിട്ടുള്ള ഒരു സംഭവമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. എങ്ങനെയാ പ്രൊഫൈൽ റൈറ്റിംഗ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ഷുഡ് ബി ദാറ്റ്. ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. ടൈറ്റിൽ കൊടുക്കുക. ഇനി നിങ്ങൾ തന്നിട്ടുള്ള ഹിൻസ് അതിനെ നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ക്രൊണോളജി, അതായത് മരിച്ച ആളെ കൊണ്ടേ ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇന്ന് ഇയാൾ ഇന്നടുത്ത് മരിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് ഇയാൾ ജനിച്ചത് എവിടെയാണെന്ന് പറയുന്നതിൽ യാതൊരു കഥയില്ല. സോ യു ഹാവ് ടു പ്ലേസ് ഇറ്റ് ലൈക്ക് വൈസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഷാൽ വി ജസ്റ്റ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഇവിടെ യു ഹാവ് ടു റൈറ്റ് എൻ ഇമെയിൽ ടു യുവർ മദർ ടെല്ലിംഗ് ഹർ ഹൗ മച്ച് യു മിസ് ഹർ. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഇമാജിൻ യു ആർ സ്റ്റഡിങ് ഇൻ എ റെസിഡൻഷ്യൽ സ്കൂൾ. ദ വിമൻ ഇൻ ദ പോയം, എനി വിമൻ evokes you memories of your mother with whom you have quarreled for silly things. അപ്പം നിങ്ങളൊരു റെസിഡൻറ്റ്, ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെന്ന് വിചാരിക്കുക. എനി വിമൻ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് കേട്ടപ്പോഴേക്കും നിങ്ങൾ യു റിമെമ്പേഴ്സ് അബൌട്ട് യുവർ മദർ. അമ്മയുടെ അടുത്ത് വളരെ വെറുതെ ആവശ്യമില്ലാത്ത ചെറിയ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വഴക്കിട്ടതൊക്കെ നിങ്ങൾ ഓർക്കുകയാണ്. ആൻഡ് യു റൈറ്റിംഗ് എ മെയിൽ ടു ഹർ ആൻഡ് ഹൗ മച്ച് യു മിസ് ഹർ. അപ്പോൾ അതിൻ്റെ മെയിൻ തീം വരേണ്ടത് നിങ്ങളുടെ അമ്മേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് യു ആർ ജസ്റ്റ് റൈറ്റിംഗ് ദിസ് email. So it is to your mother, so it should be very affectionate. നിങ്ങളുടെ അമ്മേനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. സോ ഇറ്റ് ഷുഡ് ബി എ വെരി അഫെക്ഷനേറ്റ് വൺ. സോ പിന്നെ ശ്രദ്ധിക്കാനുള്ള, ഫോർമലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് 2 കാര്യങ്ങൾ, ഫ്രം ആൻഡ് ടു. ഇറ്റ് ഷുഡ് ഹാവ് ദ മെയിൽ അഡ്രസ്. മെയിൽ അഡ്രസ് ആണ് നിങ്ങൾ അവിടെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കാം. മെയിൽ അഡ്രസ്സിലാണ്, വെറുതെ ഫ്രം ആൻഡ് ടു അഡ്രസ് അല്ല നമ്മൾ പ്ലേസ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ദ മെയിൽ അഡ്രസ്, മെയിൽ ID. ഓക്കെ, gmail.com അല്ലെങ്കിൽ yahoo.com എന്നുള്ള ഒരു സാധനത്തിൽ വേണം യു ഹാവ് ടു പ്ലേസ് ദാറ്റ്. ആൻഡ് അവിടെ യു ക്യാൻ ജസ്റ്റ് ഗിവ് നിങ്ങളുടെ ലവ് അവിടെ നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് അമ്മേനോട് എത്രത്തോളം നിങ്ങൾക്ക് ഒരു നന്ദി തോന്നുന്നുണ്ട്, ദ മിസ്സിംഗ് ഫീലിംഗ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസ്, ഇതെല്ലാം നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു ഇമെയിൽ ഇറ്റ് ക്യാൻ ബി ഷോർട്ട്. ആൻഡ് ഇറ്റ്സ് ഒബ്വിയസ്ലി മറ്റേ ഫോമലായിട്ട് എഴുതുന്ന മെയിലല്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ഇൻഫോർമൽ. ഓൾ റൈറ്റ്, അമ്മയുടെ അടുത്താണ് പറഞ്ഞത്. സോ ദാറ്റ് ടോൺ ക്യാൻ ബി അഡോപ്റ്റഡ്. ഇനി അടുത്ത് നോക്കിയാൽ റൈറ്റ് യു റിപ്പോർട്ട് ഇൻ അറൗണ്ട് 80 words ആണ് പറഞ്ഞിട്ടുള്ളത്. We lost all our money and our dreams. A poor farmer responded to the news of the collapse of the bank in the hour of truth. So you are from Daily News and you wish to highlight the plight of such depositors. So write a report in around 80 words. 80 words ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. Obviously it should have a title, the staff reporter's name, ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു നെയിം അവിടെ കൊടുക്കുക. Then you'll have to mention the place also, ഏത് സ്ഥലത്താണ് ഇത് നടക്കുന്നത്. And then you'll have to go for എന്താണ് അവിടെ നടന്നത്, what happened, how that happened, when did that happen, എപ്പോഴാണ് നടന്നത്, and where did it happen. And പിന്നെ പറഞ്ഞിട്ടുള്ളത് what are the plight, the situation of the depositors. ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്, അതും കൂടെ വെച്ചിട്ടാണ് you'll have to write this report. അപ്പോൾ റിപ്പോർട്ടിന്റെ ഫോമാറ്റിനാണ് നമ്മളിവിടെ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ദി ഫോമാറ്റ്സ്. ഓക്കെ, സോ അപ്പം ഐ തിങ്ക് പിന്നെ ഇവിടെ നമ്മുടെ ഡെയിലി ന്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ട്, സോ ദ ടൈറ്റിൽ ഓഫ് ദി ന്യൂസ് പേപ്പർ ക്യാൻ ഓൾസോ ബി, അല്ലെങ്കിൽ ദ ന്യൂസ് ക്യാൻ ഓൾസോ ബി ഗിവൻ. അതിന് ശേഷമാണ് നിങ്ങളുടെ ടൈറ്റിൽ വരേണ്ടത്, സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം ആൻഡ് ദെൻ ദി പ്ലേസ് നെയിം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങളുടെ എന്താണ് ഐഡിയാസ് പ്രസന്റ് ചെയ്യാൻ. ഓൾറൈറ്റ്, സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അടുത്ത നോക്കിക്കേ, ഇറ്റ്സ് അഗെയിൻ എ പ്രൊഫൈൽ റൈറ്റിംഗ്. വങ്കാരി മാതയുടെയാണ്. ഷീ വാസ് ബോൺ ഇൻ, കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അഗെയിൻ ഐ തിങ്ക് ഐ ഡോണ്ട് വോണ്ട് ടു റിപ്പീറ്റ് ദ സെയിം തിങ് അഗെയിൻ. 6 മാർക്സിന്റെ സാധനമാണ്. സോ ഇവിടെ
ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് 2 marks. ആൻഡ് നിങ്ങൾ എത്രത്തോളം ക്ലാരിറ്റിയോടാണ് ഞാൻ സാധനങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, അഗെയിൻ ഇറ്റ് ഹാസ് ഗോട്ട് 2 marks. 6 marks ആണ്. അപ്പോൾ അവിടെ തന്നെ ടോട്ടൽ 4 marks കഴിഞ്ഞു. ഇനി എത്ര ലോജിക്കലായിട്ടാണ് നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ സീക്വൻസ് ചെയ്യുന്നത്, ഏതൊരു ഓർഡറിലാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്, അതിന് ഇറ്റ് ഹാസ് ഗോട്ട് 1 mark. ആൻഡ് അപ്രോപ്രിയേറ്റ് നിങ്ങൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഏത് തരത്തിലാണ്, ആൻഡ് ദാറ്റ് ഹാസ് ഗോട്ട് ഓൾസോ 1 mark. സോ ടോട്ടൽ 6 marks. Okay, profile writing, don't forget to write the title. Mangari Madhe ആണെങ്കിൽ, so the title should be like Mangari Madhe, and you will have to start a profile. ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് മങ്കാരി മാതേനെ പറ്റി, if you know something, you can just include that. But if it is very known things for you, അങ്ങനെ നല്ല രീതിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ you can just place it. Otherwise, just don't go for any other risk. അപ്പം that's it for this one. Profile കഴിഞ്ഞിട്ടുണ്ട്. We have got another email. അടുത്തൊരു വീണ്ടും ഒരു മെയിലാണ് ചോദിച്ചിട്ടുള്ളത്. So what can be the thing? ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? What is the content? Rice, നമ്മുടെ poem ആണ്. The poet returned to his village after 4 years of research in North India, hoping at last to eat katikira rice at home. However, this didn't happen. His father had stopped rice farming and had become a rubber planter. Unhappy, the poet writes an email to his friend. Alright, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി വലിയ കഷ്ടപ്പെട്ട് റിസർച്ച് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വളരെ സന്തോഷത്തിൽ തിരിച്ചു വരുന്ന നമ്മുടെ പോയിന്റ് എന്താ കാണുന്നത്? അച്ഛൻ എന്താ നെൽകൃഷിയൊന്നുമില്ല, ഇപ്പം നൗ ഹി ഹാസ് ബിക്കം എ റബ്ബർ പ്ലാന്റർ. അപ്പോൾ ഹി ഇസ് റിയലി ഡിസപ്പോയിന്റഡ്. വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി അരിയൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ നല്ല കഞ്ഞി കുടിക്കാനൊക്കെ വിചാരിച്ചുകൊണ്ട് വന്ന അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഡിഡ് ഹി ഗെറ്റ് ദാറ്റ്? കിട്ടിയാ? കിട്ടി. എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് കഞ്ഞിയും കിട്ടിയില്ല, വെള്ളവും കിട്ടിയില്ല, പകരം എന്ത് കിട്ടി? 2 റബ്ബർ ഷീറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഹി വാസ് വെരി ഡിസപ്പോയിന്റഡ്, ഭയങ്കര സങ്കടത്തിലായിരുന്നു. ആ ഒരു ഡിസപ്പോയിൻമെന്റ് വെച്ചിട്ട് ഹി ഈസ് റൈറ്റിംഗ് എൻ ഇമെയിൽ. സോ ദ ഇമെയിൽ ഷുഡ് ഹാവ് ദറ്റ് ഡിസപ്പോയിൻമെന്റ്. എടാ മോനെ, അടിപൊളിയാടാ, ഞാൻ സുഖമായിട്ട് ഇവിടെ എത്തി, അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമോ ഇമെയിൽ ഉണ്ടാവുക? ഡെഫിനറ്റ്ലി നോട്ട്. അപ്പം ഇറ്റ് ഷുഡ് ഹാവ് ദറ്റ് കോണ്ടന്റ് ഓഫ് ഡിസപ്പോയിൻമെന്റ്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു സുഖമില്ലായ്മ അല്ലെങ്കിൽ ഒരു വറീഡ്നെസ് വന്നപ്പോഴേക്കും താൻ വിചാരിച്ചുകൊണ്ട് ഭയങ്കര എക്സ്പെക്ട് ചെയ്ത് വന്ന സാധനം ഇവിടെ വന്നിട്ട് കണ്ടില്ല. സോ ആ ഒരു കൈൻഡ് ഓഫ് തിങ്, ആ ഒരു ഡിസപ്പോയിൻമെന്റ് ഷുഡ് ബി placed inside that email. അപ്പം ഇമെയിൽ ആണ്, വീണ്ടും ഓർക്കാൻ വേണ്ടിയിട്ട് പറയാൻ, ഇറ്റ് ഷുഡ് ഹാവ് IDs, I mean the email address. അവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട്, ആൻഡ് അവിടെ സബ്ജക്ട് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ദിസ് ഇസ് എ ഇൻഫോർമൽ വൺ, അതുകൊണ്ട് തന്നെ വി ഡോണ്ട് ഹാവ് ടു മെൻഷൻ എനി സച്ച് തിങ്സ്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ലെറ്റർ തന്നെ കൺക്ലൂഡ് ചെയ്യുന്ന പോലെ യോഴ്സ് ലവിംഗ്ലി യുവർ നെയിം. ഓക്കെ, നൗ വി ഹാവ് ഗോട്ട് എ ലെറ്റർ. ഒരു ലെറ്റർ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Okay, എന്താ ലെറ്ററിന്റെ കോണ്ടന്റ് ചോദിച്ചിട്ടുള്ളത്? Several households in our country are still miserable, lacking good food and other basic needs. It is high time that we did what we can to help them. So as a responsible citizen, write a letter to the editor of a prominent daily voicing your concern. So it's a formal letter. ഒരു ഡെയിലി ഒരു ന്യൂസ് പേപ്പറിലെ എഡിറ്റർക്കാണ് നിങ്ങൾ എഴുതുന്നത്. So it is absolutely a formal letter. So formal letterന്റെ format, it is very important. എന്തൊക്കെയാ ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റിൽ വരേണ്ടത്? ഫ്രം ഷുഡ് ബി ദർ. ഈ ഫ്രം എന്ന് ഞാൻ എഴുതുന്നതുകൊണ്ട് യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ലൈക്ക് ഫ്രം എന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതണം എന്ന് വിചാരിക്കരുത്. യു ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി ഗോ ഫോർ ദാറ്റ്. നോ നീഡ് ടു റൈറ്റ് ലൈക്ക് ഫ്രം എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡേറ്റിന് പകരം, ഡേറ്റിന് ഞാൻ എഴുതുന്നതിന് പകരം യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദ ഡേറ്റ്. ഇനി ടു അഡ്രസ്സിന് പകരം ടു ദി എഡിറ്റർ. എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ദ ഡെയിലീസ് നെയിം ഓൾസോ. ആൻഡ് യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദ സബ്ജക്റ്റ് കൊടുക്കുക. Then respected sir അല്ലെങ്കിൽ dear sir കൊടുക്കുക. Now you can just say that you are so and so, ഞാൻ ഇന്ന ആളാണ്, so I am writing this letter to say അല്ലെങ്കിൽ voice one of my concerns about this thing. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക് ഇതാണെന്ന് പറയാം. ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ നല്ല ഫുഡ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യത്തെ പറ്റി പറയാം. Then you can, ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് you can just, it's like നിങ്ങളൊരു പ്രോബ്ലമാണ് പറയുന്നത്, ഒരു കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നോക്കുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ലെറ്റർ ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി സോൾവ്. നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് ആ ഒരു ലെറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം യു ഹാവ് ടു കൺക്ലൂഡ് ദ ലെറ്റർ ബൈ സേയിങ് ലൈക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? അതും ഇറ്റ് ഓൾ ഷുഡ് ബി ദിയർ ടു ദി മാർജിൻ. യുവേഴ്സ് സിൻസിയർലി, യുവർ നെയിം, സോറി യുവർ സൈൻ ആൻഡ് നെയിം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? ഫ്രം ഷുഡ് ബി ദർ, ഡേറ്റ്, ടു സല്യൂട്ടേഷൻ, സബ്ജക്ട് സല്യൂട്ടേഷൻ, ആൻഡ് ദെൻ ദി കോണ്ടന്റ്,
and then towards the end that part of concluding the thing. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ you can just make a very wonderful formal letter. So we have got the next set of questions. ഇവിടെ I don't think that I'm going for something else. കൂടുതലായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഐ എം നോട്ട് ഗോയിങ് ഡീപ്പ് ഇൻ ടു ദീസ് തിങ്സ്. നമ്മൾ പോകാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഡിസ്കോസ് പാർട്ടിലേക്കാണ്. ഇവിടെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് വി ഓൾറെഡി ന്യൂ ദ തിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, യു ഹാവ് ഗോട്ട് എ സ്ക്രിപ്റ്റ് ഓഫ് യുവർ സ്പീച്ച്. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ഇസ് ടു പ്രിപ്പയർ എ സ്പീച്ച്. എന്താ ടോപ്പിക് വന്നിട്ടുള്ളത്? എ വെബിനാർ ഇസ് കണ്ടക്റ്റഡ് ബൈ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് സ്കൂളിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. ആൻഡ് ദറ്റ് വെബിനാർ, ആ വെബിനാറിൽ എന്താ നിങ്ങൾ പറയാൻ പോകുന്നത്? ഇറ്റ്സ് ലൈക്ക് ഇന്ത്യൻ വിമൻ ആൻഡ് ദ ചലഞ്ചസ് ദേ ഫേസ് ഇൻ ദ സൊസൈറ്റി. 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ട്. ഏതാ 21ാം നൂറ്റാണ്ട്? നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ഉള്ളത്? 19, 20, 21, 22? ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്? ഹു ക്യാൻ സേ ദാറ്റ്? ടു വിച്ച് സെഞ്ച്വറി ദാറ്റ് വി ആർ ബിലോങ്ങിങ് ടു? ഏതാ നമ്മുടെ സെഞ്ച്വറി? 19 അതോ 24? നമ്മുടെ സെഞ്ച്വറി ഏതാ? വേഗം പറഞ്ഞോളൂ. വാട്ട് ഇസ് ആ സെഞ്ച്വറി? ഡെഫിനറ്റ്ലി വി ആർ ഇൻ 26th സെഞ്ച്വറി. നമ്മൾ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ദാറ്റ് ഇസ് വൈ 2020, 2024 എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ 21st സെഞ്ച്വറിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ വാട്ട് ഓൾ ആർ ദ പ്രോബ്ലം? ഒരു പ്രോബ്ലം കൊടുക്കുന്നത് ഇന്ത്യൻ വിമൻ ആർ ദ ചലഞ്ചസ് ദേ ഫേസ് ഇൻ ദ സൊസൈറ്റി. 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുള്ള വിമൻ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർ സൊസൈറ്റിയിൽ അനുഭവിക്കേണ്ടി വരുന്നത്? Alright, so adine base ചെയ്തിട്ടാണ് you will have to make this speech. So as a member of the club you have to make a speech, and what will be the content of the speech? പറഞ്ഞോളൂ, എങ്ങനെയാ സ്പീച്ചിന്റെ ഫോമാറ്റ് വരുന്നത്? Then we'll go for the content. എങ്ങനെ സ്പീച്ചിന്റെ ഫോമാറ്റ്? It should have like ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, സല്യൂട്ടേഷൻ, റെസ്പെക്റ്റഡ് സോ ആൻഡ് സോ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ വേണം. You will have to introduce the topic. So I'm going to talk about, ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങാം, ഇനി അതും അല്ലെങ്കിൽ you can start with a quote, അല്ലെങ്കിൽ ഏതെങ്കിലും അനക്ഡോട്ട് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറീസ് വെച്ചോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി നിങ്ങളുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ്. ദെൻ ടുവേർഡ്സ് ദി കോണ്ടന്റ് പാർട്ട് അവിടെ എന്തൊക്കെ വേണം? ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നമ്മൾ ഇന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. 21st സെഞ്ച്വറിയിൽ ലേഡീസ് ആർ ഫേസിങ് ഓൾ ദീസ് തിങ്സ്. ദ നെക്സ്റ്റ് വൺ, വാട്ട് ഓൾ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദം. ദെൻ ടുവേർഡ്സ് എൻഡ് യു ക്യാൻ ജസ്റ്റ് സേ ലൈക്ക് ഇന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സോൾവ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങളുടെ സ്പീച്ച് പോകാൻ. ടുവേർഡ്സ് ദി എൻഡ് യു ക്യാൻ ജസ്റ്റ് സമ്മറൈസ് ദി പോയിന്റ്സ് ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, യുവർ ആൻസർ ഇസ് ഓൾ റെഡി ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് 8 marks. പെട്ടെന്ന് അങ്ങ് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു എലാബറേറ്റ് ദീസ് തിങ്സ്. കാരണം ഇത് എലാബറേറ്റ് പോകണം. ജസ്റ്റ് ഒരു 2-3 ലൈനിലൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് 8 marks. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി പാരഗ്രാഫിലേക്ക് തിരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. പാരഗ്രാഫിംഗ്, ഡിവിഷനിങ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ പാരഗ്രാഫും വി ക്യാൻ ജസ്റ്റ് പ്ലേസ് ദി കൺക്ലൂഡിംഗ് പാർട്ട്. ഓൾ റൈറ്റ്, so that is also over. Now prepare an application for the post and attach a resume. Again, ഇവിടെ നമ്മൾ എന്താ സമ്മാൻ ഫൗണ്ടേഷൻ്റെതാണ്, ഇർഫാൻ അലം, ഇന്നോവേറ്റീവ് ഐഡിയ ആൻഡ് ട്രാൻസ്ഫോം ദി ബിസിനസ്. യു കെയിം ടു നോ അബൌട്ട് എ വേക്കൻസി. അവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ് ഉള്ളത്. അതിലേക്ക് നിങ്ങളൊരു ആ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ്. സോ റിക്വസ്റ്റ് ലെറ്റർ ആസ് വെൽ ആസ് എ റെസ്യൂം, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. എന്തൊക്കെ വേണം റിക്വസ്റ്റ് ലെറ്ററിൽ? ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന്റെ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഫോർമൽ വൺ. നേരത്തെ പറഞ്ഞ പോലെ ഫ്രം എ ഡേറ്റ് ടു എ, ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു ഗിവ് ദി സബ്ജക്ട് ഓൾസോ. ഓക്കെ, ടു എ ഡേറ്റ് സബ്ജക്ട്, ദെൻ സല്യൂട്ടേഷൻ, നമ്മുടെ കാര്യങ്ങൾ, ഐ എം സോ ആൻഡ് സോ, I'm eligible to get this one. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. Towards the you are sincerely hoping from a reply from you, and you can just say that attaching my resume എന്ന് പറഞ്ഞിട്ട് you have to attach your resume. And what all things should be there in the resume? Resume എല്ലാ possible details, name, your family, your location, your email address, your phone number, your educational qualifications, your skills, your experiences, and ഇതെല്ലാം പ്ലേസ് ചെയ്തതിനു ശേഷം you have to say that മേൽ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം ഐ ഹിയർ ബൈ അക്നോളജ് ദാറ്റ് ഓൾ ദി ഇൻഫർമേഷൻസ് ഗിവൺ, മേലെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം ശരിയാണ്, ഐ ആം ദ വൺ ഹൂ ഇസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് യു വിൽ ഹാവ് ടു
സൈൻ ഓൾസോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്നുള്ളത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ്പീരിയൻസ്, യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, യുവർ സ്കിൽസ്, ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള സ്കിൽസ് കൊടുക്കാം. ആൻഡ് ദെൻ യുവർ പ്രീവിയസ് വർക്കിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. യുവർ സ്കിൽസ്, ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി മെൻഷൻ അലോങ് വിത്ത് ദി പേഴ്സണൽ ഡീറ്റെയിൽസ്. Okay, so job application as well as resume is also over. Now we have another one. It's like a true friendship order. Prepare a write-up. ഒരു write-up ആണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ write-up. എന്താണ് what is the feature of a write-up? എന്താ write-upന്റെ presentation? I mean write-up എന്തിനെ പറ്റിയിട്ടാ? നമ്മുടെ അമിഗോ ബ്രദേഴ്സിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് write-up പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഥയിൽ നിന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. പല പല കാര്യങ്ങൾ, പല പല ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ഓൾ ദോസ് ഇൻസിഡൻസ് ക്യാൻ ബി ടേക്കൺ ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി ഡിവൈഡഡ് ഇൻ ടു സം പാരഗ്രാഫ്സ്. അപ്പോൾ റൈറ്റപ്പ് നല്ല രീതിക്ക് എഴുതണം. ആൻഡ് ക്യാൻ ജസ്റ്റ് ഇൻക്ലൂഡ് എ ടൈറ്റിൽ ആസ് വെൽ. ആൻഡ് റൈറ്റപ്പ് എഴുതുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ പാരഗ്രാഫിങ് ഐഡിയാസ് വെച്ചിട്ട് പാരഗ്രാഫ് ചെയ്യുന്നത് ഒരിക്കലും മറന്നു വരുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ആ റൈറ്റപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഈ റൈറ്റപ്പ് ഒക്കെ എഴുതണമെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, യു ഷുഡ് ഹാവ് എൻ ഐഡിയ. എന്താണ് ചാപ്റ്ററിൽ നടക്കുന്നതെന്ന് ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾക്ക് റൈറ്റപ്പ് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്ത് നടക്കുന്നു എന്ന ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ യുൽ ബി ഏബിൾ ടു റൈറ്റപ്പ്. സ്റ്റോറിയേ അറിയത്തില്ല, അപ്പം നേരത്തെ പറഞ്ഞ പോലെ അയ്യോ മിസ്സേ എനിക്ക് ആ ഒരു പാടേ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹെൽപ്ലെസ്. സോ മേക്ക് ഷുവർ ദറ്റ് യു ആർ ഗെറ്റിംഗ് എൻ ഐഡിയ ഓഫ് ദി സ്റ്റോറി. എന്താണ് സ്റ്റോറിയിൽ മെയിനായിട്ട് നടക്കുന്നത്, ഒരു ജസ്റ്റ് ഒരു സമ്മറി. ഐ വുഡന്റ് സേ ദറ്റ് എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ദ ടൈം ഹാസ് ഓൾറെഡി എക്സീഡഡ്. നമുക്ക് അതിനുള്ള സമയമില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദറ്റ് യു ആർ ഗെറ്റിംഗ് എൻ ഐഡിയ ഓഫ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സ്. It's like a narrative. ഒരു narrative എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. So what is the theme? Namita in the story, Matchbox is often insulted and humiliated by her husband Ajit. Sometimes he hurts her feelings very much. Imagine that Namita meets Ratna. She narrates the incidents of her life with Ajit to Ratna. Yes. അപ്പോൾ നമ്മുടെ രത്നയും ഹൊറഗല്ലൂലെ ആളും നമ്മുടെ മാച്ച് ബോക്സിലെ നോമിതയും അവർ രണ്ടുപേരും മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം രത്ന നല്ലൊരു ലിസണറാണ്. നമ്മുടെ നോമിത ഷീ ഈസ് ഡിസ്ക്രൈബിങ് ഓൾ ദി തിങ്സ് ടു രത്ന. അപ്പോൾ യു ഹാവ് ടു മേക്ക് ദറ്റ് നറേറ്റീവ്. അപ്പം ആ ഒരു നറേഷൻ, അതായത് ഇറ്റ് ഷുഡ് ബി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് രത്നയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണോ നമ്മൾ എഴുതുക? നോ, ഇറ്റ് ഷുഡ് ബി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് നോമിത. അവൾ പറയുന്നതായിട്ട് വേണം ആ ഒരു നറേറ്റീവ് പോകാൻ. സോ ഇറ്റ് ഷുഡ് ബി ദ സ്റ്റോറി ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് നോമിത. അവൾ എങ്ങനെയാണോ കഥയെ അല്ലെങ്കിൽ അവളുടെ സ്റ്റോറി പെർസീവ് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു രീതിക്ക് വേണം യു ഹാവ് ടു പ്ലേസ് യുവർ നറേറ്റീവ്. The last question from one of the question papers, it's like ഒരു പോയമാണ്, കമ്പയറിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ എനി വിമൻ ആണ് വീണ്ടും വന്നിട്ടുള്ളത്. ഒരു പോയം കൂടെ കൊടുത്തിട്ട് യു ഹാവ് ടു കമ്പയർ ഇറ്റ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആകപ്പാടെ ഓർത്തിരിക്കാനുള്ളത് യു വിൽ ബി ഗിവൻ വിത്ത് എ പോയം വിച്ച് ഇസ് ഹാവിംഗ് ഓൾമോസ്റ്റ് സിമിലർ ആസ് വെൽ as കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്. ഒന്നുകിൽ സിമിലർ ആയിരിക്കും, അതുപോലത്തുള്ള ഐഡിയാസ് കൊടുത്തിട്ടുള്ള പോയംസ് ആയിരിക്കും. ഹിയർ ഓൾസോ വി ആർ ഹാവിംഗ്, ഇറ്റ് ഇസ് ഓൾസോ അബൌട്ട് clear as sunshine, sweet as nectar, and one who gets mother's love is the true victor. No? This mystic yet unmisted, pristine and pure, none can deny this, I resolutely assure. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താ, ഇറ്റ് ഗ്ലോറിഫൈസ് എ മദർ. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ക്യാരക്ടേഴ്സിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ എനി വിമനിലും അത് തന്നെ, ഒരു അമ്മയുടെ റോൾ ഒരു ഫാമിലിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലേഡി, ഒരു മദർ എന്നുള്ളത്. രണ്ടിനും കമ്പയർ ചെയ്യാനും എത്ര ബുദ്ധിമുട്ടുണ്ടോ? ബോത്ത് ഓഫ് ദം ഹാവിംഗ് ദി സിമിലർ തീം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും, ഇറ്റ്സ് ടോൺ. ഇനി ഇതൊന്നുമല്ല എങ്കിൽ യു ഹാവ് ഗോട്ട് ദ തീം, സെയിം തീമാണ് രണ്ടിനും വരുന്നത്. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി ഡൺ വെരി ഈസിലി. ഓക്കെ, പോയറ്റിക് ഡിവൈസസ് ക്യാൻ ബി പ്ലേസ്ഡ്. രണ്ട് ചാപ്റ്റേഴ്സിൻ്റെയും കാര്യങ്ങൾ പറയാം. ആൻഡ് ദെൻ ക്രിട്ടിക്കൽ അനാലിസിസ്, അവിടെ എന്തൊക്കെയാണ് റൈം സ്കീമോ അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഇസ് യൂസ്ഡ്, ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി മെൻഷൻഡ്. മാം പോയം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമോ? യാ ഡിയർ, യു വർ ലൈക്ക് നമ്മൾ ഒരു പോയം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു കേട്ടോ. ഒരു പോയം നമ്മൾ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ചാപ്റ്റർ ആദ്യത്തെ ഒരു പോയത്തിൽ എനി വിമനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വിൽ ജസ്റ്റ് ഗോ ഫോർ വൺ മോർ ഡിസ്കഷൻ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഐ തിങ്ക് വി ക്യാൻ ജസ്റ്റ് ഗോ ഫോർ. ഓൾ റൈറ്റ്. അപ്പം ബിഫോർ ദാറ്റ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്? നമ്മൾ വി ജസ്റ്റ് ഹാവ് ഡിസ്കസ്ഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഡു യു ഹാവ് എനി കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് റിപ്പോർട്ടഡ് സ്പീച്ച്, എനി ഓഫ് ദി ഗ്രാമർ പോർഷൻസ്? ഇഫ് യു ഹാവ് സം അതർ കൺഫ്യൂഷൻസ് ലെറ്റ് മീ നോ. അങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ.
ഇതൊക്കെ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചിട്ട് വേണം യു വിൽ ഹാവ് ടു ഡു ദീസ് തിങ്സ്. അപ്പം ഇസ് ഇറ്റ് ക്ലിയർ? നോ മാം. ആക്റ്റീവ് ആൻഡ് പാസീവ് ചാൻസ് ഉണ്ടോ? ആക്റ്റീവ് ആൻഡ് പാസീവ് ഒന്ന് അറിഞ്ഞിരിക്കണം അവിടെ. ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് ആസ് ഇഫ് നൗ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് പ്ലസ് ഇഫ് ക്ലോസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ബി ഏബിൾ ടു ആൻസർ. ആക്റ്റീവ് ആൻഡ് പാസീവിൽ ഒന്നും ശ്രദ്ധിക്കാനില്ല. പെട്ടെന്നൊരു പോയിന്റ് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് അതിൻ്റെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ദെൻ ദർ ഇസ് എ ടെൻസ് ചേഞ്ച് ഓൾസോ. ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് പാസ്റ്റ് ആവും, ആ ഒരു ചേഞ്ച് അല്ല വരുന്നത്. ബട്ട് ഇറ്റ് ഷുഡ് ബി ലൈക്ക് V3 ഫോമിലേക്ക് പോകും. അതിൻ്റെ ഒരു V3 ഫോമിലേക്ക് ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ്. അപ്പം ഓക്കെ. അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് യു ആർ ജസ്റ്റ് ആസ്കിങ് മീ അബൌട്ട് പാസ് മാർക്കിനുള്ള 1 ഷോട്ട് വീഡിയോ ആയിട്ടുണ്ടാവുമോ? വെൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം കേട്ടോ. എന്താണെങ്കിലും ഇപ്പം നിങ്ങൾ ചോദിച്ച ആക്റ്റീവ് ആൻഡ് പാസീവ് ചാൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവിനെ പറ്റിയിട്ടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതെന്തായാലും പെട്ടെന്നൊന്ന്, അതായത് ഐ എം നോട്ട് ഗോയിങ് ഫോർ എ വെരി ഡീറ്റെയിൽഡ് വൺ, പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമുക്കൊന്ന് നിർത്താം. സോ ഇസ് ദറ്റ് ഓക്കെ? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയാൽ പോരെ? can do with one example? Is it okay? അങ്ങനെയാണെങ്കിൽ I'll just give you one example. എന്നിട്ട് എന്താണ് സംഭവം എന്നുള്ളതൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിളും കൂടെ തരും. ഓക്കെ യു ആർ സേയിങ് യെസ് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ I'll just give you one example. ഒരു സെന്റൻസ് ആണ് തരുന്നത്. He receives a letter. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള, ആക്റ്റീവ് ആൻഡ് പാസീവ് ആണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം ഐഡന്റിഫൈ ദ സബ്ജക്ട് ആൻഡ് ഒബ്ജക്ട്. വാട്ട് ഇസ് ദ സബ്ജക്ട്? സബ്ജക്ട് ഹി ആണ്. ഇനി വാട്ട് ഇസ് ദ ഒബ്ജക്ട്? എ ലെറ്റർ ആണ്, ഒരു ലെറ്റർ ആണ്. സോ ദ സെക്കൻഡ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് നമ്മുടെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിന്റെ സ്ഥലത്തേക്കും സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ സ്ഥലത്തേക്കും കൊണ്ടുപോകാം. ഓക്കെ, ഇനി ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദിസ് പർട്ടിക്കുലർ. ഇത് ഏത് ടെൻസിലാണുള്ളത്? ദിസ് ഇസ് ഇൻ പ്രസന്റ്, റിസീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രസന്റ് ടെൻസിലാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ദ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ്, ഈ അതായത് V1 ഫോമിലാണ് ഉള്ളതെങ്കിൽ അത് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 ഫോമിലേക്ക് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്താലും ഓർത്തിരുന്നോളാം, പാസീവിലേക്ക് പോകുമ്പം നിങ്ങളുടെ വേർബ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദർ ഇൻ V3 ഫോം. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും കൺവേർഷൻ വരിക? നമ്മളിതാ സബ്ജക്റ്റിന്റെ പൊസിഷനിലേക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുവരികയാണ്. എ ലെറ്റർ, ഇനി നമ്മൾ പറഞ്ഞു റിസീവ്സ് V1 ഫോം എന്നുള്ളത് ഇറ്റ് ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ദിസ് വൺ. അപ്പോൾ ലെറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംഗുലർ വൺ ഈസ്. ഇനി V3 ഫോം ഓഫ് റിസീവ്സ്, റിസീവ്ഡ്. ഇനി നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആയിട്ടൊന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദിസ് തിങ് ബൈ. ഇനി ആ ഒരു കൺവേർഷൻ വന്നു, ഇറ്റ് ഇസ് ലൈക്ക് ഹിം. ക്ലിയർ ആയോ? I'll give you one more example. അതിനെപ്പറ്റി വേറൊരു എക്സാമ്പിളും കൂടെ തരാം പെട്ടെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും വാട്ട് ഇഫ് യുവർ സെന്റൻസ് ഇസ് ലൈക്ക് ഹി ഈസ് റിസീവിങ് എ ലെറ്റർ. ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ഹി ഈസ് റിസീവിങ് എ ലെറ്റർ. ഓക്കെ, ഹി ഈസ്
receiving a letter. സംഭവം മാറിയില്ലേ, റിസീവ്സ് എന്നുള്ളത് മാറി, V1 മാറി. ഇപ്പൊ നമ്മുടെ എന്താ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോമിലാണ് ഓൾറെഡി നമ്മുടെ സെന്റൻസ്, അതായത് പ്രസന്റ് കണ്ടിന്യൂസിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞോളൂ. എനി ഐഡിയാസ്? എനി ഐഡിയ? വേഗം പോരട്ടെ ആൻസർ ഒക്കെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ. സോ ഇറ്റ് ഷുഡ് ബി, അതായത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിലുള്ളതിനെ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു വാട്ട്? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ബീങ് പ്ലസ് V3. അതായത് ഈ ഫോമിലുള്ളതാണെങ്കിൽ അതിന്റെ ബീങ് പ്ലസ് ING ഫോം എന്നുള്ളതിലേക്കായിരിക്കും പോകുക. അപ്പൊ ഇതെങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യാം? എ ലെറ്റർ ഈസ് ബീങ് റിസീവ്ഡ് ബൈ ഹിം. ക്ലിയർ ആയോ? ഇനി അതല്ല, ഇഫ് ഇറ്റ് ഈസ് ദർ ഇൻ, ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്നുമല്ല, ഹി ഹാസ് റിസീവ്ഡ് എ ലെറ്റർ എന്നാണെങ്കിലോ? ഈസും പാസും ഒന്നും വന്നിട്ടില്ല. ഹാസ് ആണെങ്കിലോ? സോ ഇറ്റ് ഷുഡ് ബി ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നുള്ള ഫോമിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം. ഹി ഹാസ് റിസീവ്ഡ് എ ലെറ്റർ എന്ന് പറയുകയാണെങ്കിൽ എ ലെറ്റർ ഹാസ് ബീൻ റിസീവ്ഡ് ബൈ ഹിം. ക്ലിയർ ആണോ? അത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഒരു പരിധി വരെയൊക്കെ മനസ്സിലായോ? അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ ടെൻസസിനും ഈ പറഞ്ഞൊരു കൺവേർഷൻ ഉണ്ട്. സോ ഇഫ് യു ആർ സ്റ്റഡിങ്, ഇഫ് യു thorough with that thing, that is also a very simple one. റിപ്പോർട്ടഡ് സ്പീച്ചിനേക്കാളും ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. So, Razin, is it clear? So, I think we can just wind up for the day. Okay. Hum, endada hum oru idu koravu manasilavayikku koravu. ഹോപ്പ് എക്സാമ്പിൾസ് ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക കേട്ടോ. എന്താണ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവാത്തുള്ളത്? ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ പ്രസന്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ പാസ്റ്റിൽ തരികയാണെങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് സം കൺവേർഷൻസ്. അവിടെയും ചെറിയ കൺവേർഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ യു ഷുഡ് സ്റ്റഡി ദറ്റ് വെരി thoroughly. കാര്യമായിട്ട് തന്നെ അത് പഠിച്ചു വെക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈസി ആയിട്ട് വരാം, വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പാസ്റ്റ് ടെൻസ് കൂടിയും പിന്നെന്താ ഒരു പാസ്റ്റ് ടെൻസ് കൂടിയും ചെയ്യാം. ഒരു പാസ്റ്റ് ടെൻസും കൂടെ ചെയ്തിട്ട് നമ്മൾ വിൽ വൈൻഡ് അപ്പ്. ഓക്കെ ഓക്കെ അപ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് ചെയ്യാം. ഹി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. സിമ്പിൾ വൺ എടുക്കുകയാണ്. ഹി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. അപ്പോൾ വാസ് വേർ പ്ലസ് ING. ഇപ്പം പാസ്റ്റ് കണ്ടിന്യൂസിലാണെന്ന് മനസ്സിലായി. ആദ്യം ചെയ്യേണ്ടത് സബ്ജക്ട് ഇസ് ദിസ് വൺ, ഒബ്ജക്ട് ഇസ് an apple. An apple. ഇനി വാസ് ഓർ വേർ പ്ലസ് ING ഫോം ആണ്. സോ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു വാസ് ഓർ വേർ പ്ലസ് ING ഫോം എന്നുള്ളത് was or were plus being plus V3 ഫോമിലേക്കാണ് പോകേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ലൈക്ക് an apple was being, എന്തുകൊണ്ടാണ് വാസ് വന്നതെന്ന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ സിംഗുലർ വൺ. was being eaten by him. ക്ലിയർ? ഇനി ഇതല്ല വാസ് ഓർ വേർ പ്ലസ് ING ഫോം അല്ല വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, had eaten. He had eaten an apple. അങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിലോ? So the passive form will be an apple had been eaten by him. Okay, അപ്പോൾ ആ ഒരു ടെൻസിന്റെ കൺവേർഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ് ദാറ്റ് ടെൻസ്. ഒരു കോളം ഒക്കെ തന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോളം ഒരു ടേബിളൊക്കെ വരച്ചൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സോ പ്ലീസ് ഡു ഗോ ത്രൂ ദോസ് വീഡിയോസ് ടു. ഓൾറൈറ്റ്. സോ എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അത് ക്ലിയർ ആയോ? റെസിൻ, നമ്മൾ ഒരു പാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? All right. So, അപ്പം we are going to wind up. നമുക്ക് തുറക്കാനൊക്കെ സമയമായിട്ടുണ്ടാവും അല്ലേ? നാളെ ക്ലാസ് ക്യാൻ ബി ദർ, ബട്ട് ഐ വുഡന്റ് സേ ദാറ്റ് ഇറ്റ്സ് എ വെരി ഷുവർ തിങ്. നാളെ മിക്കവാറും ഉണ്ടാവാൻ വഴിയില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ്. നോ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ത്രൂ ദി പ്രീവിയസ് വീഡിയോസ്. നമ്മൾ ഇതിന് മുന്നേ ചാപ്റ്റർ സമ്മറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അപ്പോൾ പോയിട്ട് വേഗം സന്തോഷമായിട്ട് നോമ്പൊക്കെ തുറക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഒഴിവാക്കി വെക്കണ്ട, ഒരു ചാപ്റ്ററും ഒഴിവാക്കി വിടുകയും വേണ്ട. ചെറിയ രീതിക്കൊക്കെ എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടക്കട്ടെ. ഗ്രാമർ എളുപ്പത്തിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്, അതൊന്നും ഒരിക്കലും അവോയ്ഡ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ഇംഗ്ലീഷിൽ നമുക്ക് ഫോമാറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോമാറ്റ്സ് ഡെഫിനറ്റ്ലി എല്ലാത്തിൻ്റെയും നോക്കി വെക്കുക. ആൻഡ് ദെൻ 8 മാർക്സിൻ്റെ ഉള്ളതാണെങ്കിലും it should be like എത്രത്തോളം എഴുതണം എന്നുള്ള കാര്യം it should be there in your mind. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് എഴുതുക. So all the best for your exams. See you in some other videos. Bye bye.